അന്ന് വൈകുന്നേരവും ഒരു ചെറുചിരിയോടെ അവന് നൽകാനായി മിഠായിയുമായി അയാൾ കാത്തുനിന്നു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിവരുന്ന അവന് മിഠായി കൈമാറിയ ശേഷം ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനെയും കൊണ്ട് അയാൾ ഒഴിഞ്ഞ ഒരു ക്ലാസ് മുറിയിലേക്ക് കയറി. അവൻ ആ മിഠായി നുണഞ്ഞുകൊണ്ടിരിക്കെ അയാളുടെ കൈവിരലുകൾ പതിയെ അവന്റെ ശരീരത്തിലൂടെ ഇഴയാൻ തുടങ്ങി. അവന്റെ കുഞ്ഞുമുഖം ചുംബനങ്ങളാൽ മൂടി. പതിയെ അവന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റപ്പെട്ടു. അയാളുടെ കൈകൾ അവന്റെ രഹസ്യഭാഗങ്ങളിലേക്കും ഇഴഞ്ഞിറങ്ങി. ചിലപ്പോഴൊക്കെ അവന് വല്ലാതെ വേദനിച്ചു. വേദനയുടെ ആധിക്യത്തിൽ അവൻ കരയാനായി വാ തുറന്നതും പെട്ടെന്നു തന്നെ അയാളുടെ ബലിഷ്ഠ കരങ്ങൾ അവന്റെ മുഖത്തമർന്നു. അപ്പോൾ അയാളുടെ മുഖം ക്രൂരനായ ഒരു ചെന്നായയുടേതുപോലെയായിരുന്നു. 25 വർഷങ്ങൾക്കു ശേഷം ഇന്ന് പുലർച്ചെയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അതുവഴി സൊസൈറ്റിയിലേക്ക് പാലുമായി പോയ ശിവൻ എന്നയാളാണ് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാർ കിടക്കുന്നത് കണ്ടത്. സംശയം തോന്നി അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത്. ഇപ്പോൾ നമുക്കരികിൽ സംഭവം ആദ്യമായി കണ്ട ശിവൻ എന്ന ചേട്ടനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. പറയൂ ചേട്ടാ, താങ്കൾ എന്താണ് കണ്ടത്? അത് ഞാൻ പിന്നെ സൊസൈറ്റിയിലേക്ക് പാലുമായി പോവുകയായിരുന്നു. സമയം ഏകദേശം 6 മണിയോടടുത്തായിട്ടുണ്ടാവും. കാറിന്റെ മുൻവശത്തെ ലൈറ്റുകൾ തെളിച്ച നിലയിൽ വഴിയരികിൽ ഒരു കാർ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് അതിനടുത്തേക്ക് പോയത്. അപ്പോഴാണ് അതിനകത്ത് വിരൂപമാക്കപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടത്. ഭയന്നുപോയ ഞാൻ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. മരണപ്പെട്ടത് അഡ്വക്കേറ്റ് ജയശീലന്റെ ഒരേയൊരു മകൻ അരുണാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നുവെന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ടെലിവിഷനിൽ ബ്രേക്കിംഗ് ന്യൂസായി ഓടിക്കൊണ്ടിരുന്ന വാർത്ത കേട്ട് അയാളുടെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി കടന്നുവന്നു. കണ്ണിൽ പകയുടെ കനലെരിഞ്ഞു. TV ഓഫ് ചെയ്ത് വാതിൽ പൂട്ടിയ ശേഷം തന്റെ ബൈക്കിൽ കയറി സംഭവസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വിവരമറിഞ്ഞു വരുന്ന ആളുകളെ കൊണ്ടും മാധ്യമപ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു. അവിടേക്കാണ് അയാൾ എത്തിയത്. കണ്ടാൽ 30നോടടുത്ത് പ്രായം തോന്നിക്കുന്ന വെളുത്ത നിറമുള്ള ആരോഗ്യദൃഢഗാത്രനായ അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. ഫോറൻസിക്കിൽ നിന്നും ഒരു ടീം ആളുകൾ എവിടെ നിന്നെങ്കിലും ഒരു തെളിവ് ലഭിക്കാനായി അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടത്തിനായി ബോഡിയുമായി ആംബുലൻസ് ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 2 ദിവസം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഏതോ ഒരു ഫയൽ നോക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ മനോജ്. അപ്പോഴാണ് അവിടേക്ക് അരുണിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിനയൻ വന്നത്. എന്താണ് ഡോക്ടർ ഇങ്ങോട്ട് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു ഇൻസ്പെക്ടർ. പറയൂ ഡോക്ടർ, എന്താണ് കാര്യം? അങ്ങാകെ പരിഭ്രാന്തിയിലാണല്ലോ. റിപ്പോർട്ട് റെഡിയായോ? അതെ, അത് തയ്യാറാക്കിയിട്ടുണ്ട്. ബാഗിൽ നിന്നും ഒരു ഫയൽ എടുത്ത് ഡോക്ടർ വിനയൻ മനോജിന് നേരെ നീട്ടി. അത് വാങ്ങി വായിച്ച മനോജിന്റെ മുഖത്താകെ പരിഭ്രമം നിറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണോ ഡോക്ടർ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ പറ്റുമോ? അത് പറയാൻ വേണ്ടി തന്നെയാണ് അത്യാവശ്യമായി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു സാധാരണ മനുഷ്യന് മറ്റൊരാളെ ഇത്രയും വേദനിപ്പിച്ച് കൊല്ലാൻ കഴിയില്ല. മനോനില തെറ്റിയ ഒരാൾ, അല്ലെങ്കിൽ മരിച്ച വ്യക്തിയോട് അത്രയേറെ പകയുള്ള ഒരാൾ. ഡോക്ടർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മരിച്ച വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അയാളെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈയൊരു കൊലപാതകത്തിൽ മാത്രം ഒതുങ്ങില്ല. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. അതിക്രൂരമായ ശിക്ഷയുടെ നാളുകൾ. മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ തന്നെ അതിനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. എന്ത് തെളിവാണ് ഡോക്ടർ കിട്ടിയത്? ശരീരത്തിൽ 6 എന്നെഴുതിയിരുന്നു. അത് ഇനിയും കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്ന സൂചനയാണ് നൽകുന്നത്. മാത്രവുമല്ല, കൊലപാതകം നടത്തിയ വ്യക്തിയെ സംബന്ധിക്കുന്ന ചെറിയൊരു തെളിവ് പോലും കിട്ടിയിട്ടുമില്ല. അത്രയും കൃത്യതയോടെയാണ് അയാൾ ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോയി. ഓ ഗോഡ്, ആരൊക്കെയാണാവോ ഇനി കൊല്ലപ്പെടുന്നത്? അതും പറഞ്ഞുകൊണ്ട് SI മനോജ് തലയിൽ കൈവച്ചു. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. SI മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവ്രമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും
ഒരു തെളിവും കൊലയാളിയെക്കുറിച്ച് കിട്ടിയില്ല. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഒരു CCTV പോലും ഇല്ലെന്നതും പോലീസിനെ പ്രതിസന്ധിയിലാക്കി. അപ്പോഴാണ് DIG മാധവന്റെ ഫോൺ കോൾ മനോജിന്റെ ഫോണിലേക്ക് വന്നത്. ഹലോ സർ. ആ മനോജ്, ഒന്ന് ഓഫീസ് വരെ വരൂ, ഇപ്പോ തന്നെ. അതു കേട്ടതും ശരിയെന്ന് പറഞ്ഞ് DIG ഓഫീസിലേക്ക് തിരിച്ചു. അധികം വൈകാതെ തന്നെ മനോജ് അവിടെ എത്തിച്ചേർന്നു. മേ ഐ കമിൻ സർ? അനുവാദം വാങ്ങി മനോജ് DIG മാധവന്റെ ഓഫീസിലേക്ക് കയറി. എന്തായി അരുൺ കൊലക്കേസ്? വല്ല തുമ്പും കിട്ടിയോ? ഇല്ല സർ, തെളിവുകളൊന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയാണ് അയാൾ ആ കൊല ചെയ്തിരിക്കുന്നത്. സി മിസ്റ്റർ മനോജ്, എനിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രഷറുണ്ട്. അതുകൊണ്ട് കേസ് അന്വേഷണം നിങ്ങളിൽ നിന്ന് മാറ്റാനാണ് തീരുമാനം. വേറെ വഴിയില്ല മനോജ്. അതാണ് തീരുമാനമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് സർ? എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, ആർക്കാണ് പുതിയ അന്വേഷണ ചുമതല? നമ്മുടെ സേനയിലെ പുലിക്കുട്ടിക്ക് തന്നെ. അത് കേട്ടതും മനോജ് സ്വയം മന്ത്രിച്ചു. SP നിരഞ്ജൻ കുമാർ. ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് ശേഷം മനോജ് അവിടെ നിന്നും ഇറങ്ങി. സമയം രാത്രിയായതിനാൽ തന്നെ മനോജ് തന്റെ വീട്ടിലേക്കാണ് നേരെ തിരിച്ചത്. കേസ് അന്വേഷണം തന്റെ കയ്യിൽ നിന്നും മാറ്റിയതിനാലും ഇതുവരെയും ഒരു തെളിവ് പോലും കണ്ടെത്താനാവാത്തതിന്റെയും നിരാശയിലായിരുന്നു അയാൾ. വീട്ടിലെത്തിയതും അത്താഴം പോലും കഴിക്കാതെ മുറിയിൽ കയറി മദ്യവും എടുത്തുകൊണ്ട് വീടിന്റെ മുകൾ നിലയിലുള്ള ബാൽക്കണിയിലേക്ക് പോയി മദ്യപിക്കാൻ തുടങ്ങി. ഭാര്യ വിജിത പലതവണ വിളിച്ചെങ്കിലും അയാൾ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. മദ്യപിച്ച് ബോധം മറിഞ്ഞ അയാൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം പാതിരാത്രിയായിരുന്നു. നിലാവ് ആകാശത്ത് ശോഭ പരത്തുന്നുണ്ടായിരുന്നു. നിലാവിന് കൂട്ടനോണം നക്ഷത്രങ്ങളും. ഒരു യുവതി അതിവേഗം ഓടുന്നു. അവൾക്ക് പുറകിൽ തടിമാരന്മാരായ ചിലരും. അവളുടെ കണ്ണുകൾ കണ്ടാലറിയാം, അവൾ നന്നേ ഭയന്നിരുന്നു. അവൾ ഓടി ക്ഷീണിച്ചിരുന്നു. അപ്പോഴാണ് അവൾക്കെതിരെ നിന്നും ഒരു സ്കോർപിയോ വരുന്നത്. അവൾ അതിന് മുന്നിൽ ചെന്നെത്തിയതും കുഴഞ്ഞു വീണു. പെട്ടെന്ന് തന്നെ അയാൾ സഡൻ ബ്രേക്ക് ഇട്ടു. വണ്ടിയിലുള്ള ആൾ ഒരല്പം ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ വണ്ടി അവൾക്ക് മുകളിലൂടെ കയറിയിറങ്ങുമായിരുന്നു. വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെയും സ്ട്രീറ്റ് ലൈറ്റിന്റെയും വെളിച്ചത്തിൽ അവർ കണ്ടു, കട്ടിയുള്ള പുരികവും താടിയും മീശയും വെച്ച 6 അടി ഉയരമുള്ള അതിനൊത്ത വണ്ണവുമുള്ള ഒരാൾ. മുടി പുറകിലേക്ക് ചീകിയൊതുക്കി വെച്ചിരുന്നു. അയാൾ അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്ന ആ യുവതിയെ എടുത്ത് തന്റെ വണ്ടിയിൽ കിടത്തി. അപ്പോഴേക്കും ആ തടിമാടന്മാർ അങ്ങോട്ട് തീരുന്നു. എടോ, അവളെ നീ ഞങ്ങൾക്ക് തരുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നീ അറിയും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുപോലെ എനിക്കും നിങ്ങളെ അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഇടത് കൈയിൽ കെട്ടിയ വാച്ചഴിച്ച് വണ്ടിയിലേക്ക് വെച്ചു. അത് കേട്ടതും ആ തടിമാടന്മാരിൽ ഒരാൾ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. നിമിഷ നേരം കൊണ്ട് ഒന്ന് കുനിഞ്ഞു. ആ തടിയന്റെ വയറിനിട്ട് ആഞ്ഞൊരു ഇടി കൊടുത്തു. വേദന കൊണ്ട് അയാൾ പുളഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു പോയി. അപ്പോഴേക്കും അവരുടെ കൂട്ടത്തിലെ മറ്റുള്ളവരും അയാളെ അടിക്കാനായി ഓടിയടുത്തു. അതിലൊരാൾ അയാളെ ചവിട്ടാനായി ഓടിയെടുത്തതും അയാൾ ഒന്നൊഴിഞ്ഞു മാറി ആ തടിയന്റെ മുഖത്തിട്ട് ഒരു ഇടി കൊടുത്തു. അപ്പോഴേക്കും താഴെ വീണ് കിടന്നിരുന്ന ഒരാൾ എഴുന്നേറ്റ് പിന്നിലൂടെ അടിക്കാൻ ഒരുങ്ങിയതും അയാൾ തിരിഞ്ഞൊരു ഇടിയായിരുന്നു. ആ ഇടിയിൽ പല്ല് പറഞ്ഞുപോയി വായിൽ നിന്നും കൊഴുത്ത രക്തം ഉമിനീരിനൊപ്പം ഒഴുകിയിറങ്ങി. അതുകണ്ട് പേടിച്ച മറ്റുള്ളവർ കൂട്ടത്തോടെ അയാളെ നേരിടാനൊരുങ്ങി. എന്നാൽ അവിടെയും അവർക്ക് പിഴച്ചു. പിന്നെ അവിടെ നടന്നത് അടിയുടെ പൊടിപൂരമായിരുന്നു. വന്നവരെല്ലാം പല ഭാഗത്തേക്കും ചിതറിത്തെറിക്കാൻ തുടങ്ങി. അയാളുടെ കൈയുടെ ശക്തി അറിഞ്ഞു എല്ലാവരും. കുറച്ചുനേരം കൊണ്ട് തന്നെ അവരെല്ലാം അവശരായി തുടങ്ങി. താഴെ വീണ അവരുടെ ഷർട്ടഴിച്ച് അവരുടെ കൈകൾ പുറകിലേക്ക് വെച്ച് കെട്ടി. ശേഷം ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അല്പസമയം കൊണ്ട് തന്നെ 2 കോൺസ്റ്റബിൾമാർ വണ്ടിയുമായി സ്ഥലത്തെത്തി. എല്ലാവരെയും എടുത്ത് വണ്ടിയിൽ കയറ്റി ആ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. അയാൾ തിരിഞ്ഞ് വണ്ടിയിലിരിക്കുന്ന യുവതിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവർ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. പിന്നെ ഒട്ടും അമാദിക്കാതെ അഴിച്ചുവെച്ചിരുന്ന വാച്ചെടുത്ത് ഇടംകൈയിൽ കെട്ടിയ ശേഷം വണ്ടിയിലേക്ക് കയറി. ആ വണ്ടിയുടെ ലക്ഷ്യം അടുത്തുള്ള ആശുപത്രിയായിരുന്നു. അവിടെ എത്തിയതും ആ യുവതിയെ കൈകളിൽ കോരിയെടുത്ത് സ്ട്രക്ചറിൽ കിടത്തി. അതിവേഗം ആ സ്ട്രക്ചർ കാഷ്വാലിറ്റിയിലേക്ക് പാഞ്ഞു. പരിശോധനയ്ക്കൊടുവിൽ കയ്യിൽ ട്രിപ്പിട്ട ശേഷം വാർഡിലേക്ക് മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞതും ആ യുവതിക്ക് ബോധം തെളിഞ്ഞു.
അവിടേക്ക് അയാൾ എത്തി. അയാളെ കണ്ട് പേടിയോടെ നോക്കുന്നത് കണ്ടതും അയാൾക്ക് അവളോട് ചെറിയൊരു അനുകമ്പ തോന്നി. പേടിക്കണ്ട, ഞാനാണ് കുട്ടിയെ ഇവിടെ എത്തിച്ചത്. അത് കേട്ടതും അവൾക്ക് സമാധാനമായി. കുട്ടിയുടെ പേരെന്താണ്? ആരാണവർ? എന്തിനാണവർ കുട്ടിയെ ഓടിച്ചത്? അത് ചോദിക്കവേ അവളിൽ ഭയം നിറയുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഇപ്പോഴൊന്നും ആലോചിക്കണ്ട, കുട്ടി കിടന്നോളൂ. അതും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അപ്പോഴാണ് പുറകിൽ നിന്ന് അവൾ വിളിച്ചത്. അത് കേട്ട് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരുപാട് നന്ദിയുണ്ട് സാർ, എന്നെ അവരിൽ നിന്നും രക്ഷിച്ചതിന്. സാറിന്റെ പേരെന്താണ്? നിരഞ്ജൻ. SP നിരഞ്ജൻ കുമാർ. അത് കേട്ടതും അവശതയിലും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? എന്താണ്, പറയൂ. പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ആ വാക്കുകൾ അവൾക്ക് നൽകിയ ഊർജം ചെറുതൊന്നുമായിരുന്നില്ല. അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ മിത്ര. ഞാനൊരു നേഴ്സാണ്. NH ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു സുഹൃത്ത് മാധ്യമപ്രവർത്തകനാണ്. അവന്റെ ചില രഹസ്യാന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങളുടെ ആശുപത്രിയിൽ രോഗികളിൽ മരുന്ന് പരീക്ഷണം നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. അതിനാധാരമായി അവൻ പറഞ്ഞത് ആശുപത്രിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മരണങ്ങളുടെ കണക്കായിരുന്നു. അത് കേട്ട് ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. പിന്നെയാണ് ആശുപത്രിയിൽ നിന്നും അതിനുള്ള തെളിവുകൾ ഞാനവന് എടുത്തു നൽകി സഹായിക്കണമെന്ന് പറഞ്ഞത്. ആദ്യമൊക്കെ ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ വെച്ചുണ്ടാകുന്ന എല്ലാ മരണങ്ങളുടെയും സത്യം അറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേസ് ഹിസ്റ്ററിയിൽ അവർക്കുമേൽ ഉപയോഗിച്ച മരുന്നുകൾ IMA അംഗീകാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി. അതോടെ ഞാനതെല്ലാം ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് സൂക്ഷിച്ചു. പക്ഷേ എങ്ങനെയോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതറിഞ്ഞു. അവരാണ് എൻ്റെ കയ്യിൽ നിന്നും ആ തെളിവുകൾ തട്ടിയെടുക്കാനായി എന്നെ തട്ടിക്കൊണ്ടുപോയത്. തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലാനായിരുന്നു നിർദ്ദേശം. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാണ് ഞാൻ. അപ്പോഴാണ് സാറിന്റെ മുന്നിൽ വന്നുപെട്ടത്. അവൾ പറഞ്ഞതെല്ലാം കേട്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായി നിരഞ്ജൻ. കാരണം വളരെയധികം റെപ്യൂട്ടഡ് ആയൊരു ഹോസ്പിറ്റലാണത്. എന്നാലും മിത്ര പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാനാവുന്നതുമല്ല. കുറച്ചുനേരത്തെ മൗനത്തിനൊടുവിൽ നിരഞ്ജൻ അവളെ നോക്കി. താൻ ശേഖരിച്ച തെളിവുകളെല്ലാം ഇപ്പോഴും സുരക്ഷിതമായി ഉണ്ടോ? ഉണ്ട് സർ, ഞാനതൊരു ഭാഗത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ ശരി, നമുക്കെല്ലാം ശരിയാക്കാം. നിരഞ്ജൻ പറഞ്ഞതിന് തലയാട്ടുക മാത്രമാണ് അവൾ ചെയ്തത്. കയ്യിലെ ഡ്രിപ്പ് തീർന്നതും നിരഞ്ജൻ മിത്രയും കൂട്ടി ആ പെൻഡ്രൈവ് എടുക്കാനായി പോയി. നേരെ അവർ ചെന്നത് മിത്രയുടെ വീട്ടിലേക്കാണ്. അപ്പോഴവിടെ കണ്ട ദൃശ്യങ്ങൾ ഏറെ നടുക്കുന്നതായിരുന്നു. വീടിന്റെ ജനലുകളെല്ലാം ആരോ തല്ലി തകർത്തിരുന്നു. വീടിനകം മുഴുവൻ തിരച്ചിൽ നടത്തിയിരുന്നു. അവൾ ഭയന്നുപോയി. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഓരോ മുറികളിലും കയറിയിറങ്ങി. ഒടുവിൽ തന്റെ മുറിയിലേക്ക് കയറിയ അവൾക്കവിടെ കാണാനായത് രക്തം വാർന്ന് തറയിൽ കിടക്കുന്ന അച്ഛനെയാണ്. അലറിക്കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവൾ അയാൾക്കരികിലിരുന്നു. ശബ്ദം കേട്ട് നിരഞ്ജനും ആ മുറിയിലേക്കെത്തി. ആ മനുഷ്യനിൽ നിന്നും ചെറിയ ഞരക്കം കേട്ടതും നിരഞ്ജൻ അയാളെ വാരിയെടുത്തുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോയി കിടത്തി. അവർക്ക് പിറകിൽ കരഞ്ഞുകൊണ്ട് അവളും. വണ്ടിയുടെ ഡോർ തുറന്നപ്പോഴാണ് അവളൊരു കാര്യം ഓർത്തത്. സർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ് അവൾ വീടിന്റെ വലത്തുവശത്തേക്ക് ഓടി. അല്പനേരം കഴിഞ്ഞതും അവൾ തിരികെ എത്തി. ഇതാണ് സർ ഞാൻ പറഞ്ഞ തെളിവുകൾ. ഇതിനു വേണ്ടിയാണ് അവർ എന്നോട് ഇത്രയും ചെയ്തു കൂട്ടിയത്. അതുകൊണ്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അച്ഛൻ മരണത്തോട് മല്ലടിക്കുമ്പോഴും സത്യത്തിനൊപ്പം നിൽക്കാൻ അവൾ കാണിക്കുന്ന മനസ്സ് കണ്ട് നിരഞ്ജൻ പോലും അത്ഭുതപ്പെട്ടുപോയി. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ആ പെൻഡ്രൈവ് വാങ്ങി പോക്കറ്റിലിട്ടു. എന്നിട്ടവർ ആശുപത്രിയിലേക്ക് കുതിച്ചു. അപ്പോഴേക്കും നേരം പുലർച്ചെയായിരുന്നു. മിത്രയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നാലും ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് ഡോക്ടർമാർക്ക് പോലും സംശയമായിരുന്നു. കാരണം മുറിവിലൂടെ അത്രയധികം രക്തം വാർന്നുപോയിരുന്നു. സമയം ഒട്ടും പാഴാക്കാതെ നിരഞ്ജൻ മിത്ര കൊടുത്ത തെളിവുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് അതെല്ലാം സത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മേലധികാരികളുമായി സംസാരിച്ച് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി. ശേഷം ഒരു ടീം പോലീസുമായി NH ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അധികം വൈകാതെ അവരെയെല്ലാം അറസ്റ്റ് ചെയ്തു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാധ്യമങ്ങൾ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി ആഘോഷിച്ചു. NH ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പരാതിയുമായി സ്റ്റേഷനിലെത്താൻ തുടങ്ങി. തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ
അതിവേഗ കോടതി പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവ് ശിക്ഷയും ആശുപത്രി അടച്ചുപൂട്ടാനുള്ള ഉത്തരവും നൽകി. നിരഞ്ജന്റെ കൃത്യനിർവഹണത്തിൽ ഒരു പുൻതൂവൽ കൂടി ചാർത്തിക്കൊടുത്തു ഈ കേസ്. ഇതിനിടയിൽ നിരഞ്ജൻ ഔദ്യോഗികമായി തന്നെ അരുൺ കൊലക്കേസ് ഏറ്റെടുത്തു. തന്റെ ഓഫീസ് മുറിയിലിരുന്ന് അരുണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുകയായിരുന്നു നിരഞ്ജൻ. ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ഒരു കൊലയാണ് അരുണിന്റേത്. കൈയിലെയും കാലിലെയും നഖങ്ങൾ ഓരോന്നും പിഴുതെടുത്തിരുന്നു. ശരീരത്തിലെ അസ്ഥികളെല്ലാം നുറുങ്ങിയിട്ടുണ്ട്. ശരീരത്താകമാനം ചെറിയതും എന്നാൽ ആഴമുള്ളതുമായ മുറിവുകളുണ്ട്. വായിൽ നിന്നും നാവ് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കണ്ണ് രണ്ടും തുരന്നെടുത്തിട്ടുണ്ട്. പല്ലുകൾ മുഴുവനായി പറിച്ചെടുത്തിട്ടുണ്ട്. ചുണ്ട് രണ്ടും ചേർത്ത് തുന്നിയിട്ടുമുണ്ട്. തലയിൽ കനമുള്ളതെന്തോ വെച്ചടിച്ചിട്ടുണ്ട്. അതിന്റെ ശക്തിയിൽ തല പൊട്ടി തലച്ചോർ പുറത്തു വന്നിട്ടുണ്ട്. ശരീരത്താകമാനം ആസിഡ് പോലെ എന്തോ ഒഴിച്ചു പൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം ആ വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച നിരഞ്ജന് പോലും തല പെരുക്കുന്നതായി തോന്നി. അത്രയധികം വേദനയാണ് കൊലയാളി അരുണിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ ക്രൂരത ഒരു മനുഷ്യൻ ചെയ്യണമെങ്കിൽ അത്രയേറെ വെറുപ്പും പകയുമുണ്ട് അയാൾക്ക് മരിച്ച വ്യക്തിയോട്. അല്ലെങ്കിൽ മരിച്ച വ്യക്തിയിൽ നിന്നും മോശം അനുഭവം പ്രതിക്കുണ്ടായിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് അരുണിനെ കാണാനില്ലെന്ന് കാണിച്ച് അച്ഛൻ കൊടുത്ത പരാതി ശ്രദ്ധയോടെ ഒരുപാട് തവണ വായിച്ചു നോക്കി. വിഷ്ണു, അലോഷി, ഇക്ബാൽ, ജോൺ എന്നിവരായിരുന്നു നിരഞ്ജന്റെ മറ്റു ടീം അംഗങ്ങൾ. ഈ കേസ് ഇതിനു മുമ്പ് അന്വേഷിച്ച നിലയിലും മനോജിനെയും തന്റെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന നിരഞ്ജന്റെ ആവശ്യം മേലധികാരികൾ അംഗീകരിച്ചു. അങ്ങനെ അവർക്കൊപ്പം മനോജും ചേർന്നു. 2 പേരടങ്ങുന്ന 3 സംഘമായി പിരിഞ്ഞ അവർ ഒരേ സമയം അരുണിന്റെ വീട്ടിലും ഓഫീസിലും സുഹൃത്തുക്കളോടും അരുണിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് അന്വേഷണം നടത്തി. എന്നാൽ അവർക്കാർക്കും തന്നെ അരുണിനെ പറ്റി മോശം കാര്യങ്ങളോ ശത്രുക്കളെക്കുറിച്ചോ പറയാനുണ്ടായിരുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ ആദ്യ ദിനം തന്നെ നിരാശയായിരുന്നു നിരഞ്ജനും കൂട്ടർക്കും. എന്നാൽ അവിടെയൊന്നും തളരാതെ മുന്നോട്ടു പോകാൻ തന്നെ ഉറച്ചു നിരഞ്ജൻ. അതിനായി എവിടെ നിന്നാണോ അരുണിന്റെ ഫോൺ ഓഫായത് അവിടെ എത്തിയ ശേഷം അടുത്തുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അവസാനം കയറിയ കടയിൽ നിന്നാണ് കേസിന് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ തെളിവ് ലഭിച്ചത്. സാമാന്യം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഒരാൾ അരുണിന്റെ കാറിന് കൈ കാണിക്കുന്നു. അയാളുടെ മുഖം വ്യക്തമല്ല. കൂളറും തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. അയാൾ ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറുന്നു. വണ്ടി അവിടെ നിന്നും മുന്നോട്ടു പോകുന്നു. സർ, ഇയാളായിരിക്കുമല്ലേ ആ കൊലയാളി? വണ്ടിക്ക് കൈ കാണിച്ച ആളിനെ ചൂണ്ടിയാണ് ജോൺ അത് ചോദിച്ചത്. ചിലപ്പോൾ ആയിരിക്കും ജോൺ, ചിലപ്പോൾ ഒരുപക്ഷെ അയാളല്ലെന്നും വരാം. എന്തായാലും നമുക്ക് ആ കൊലയാളിയിലേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ. നിരഞ്ജന്റെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. ഇതേ സമയം താനിങ്ങനെ അന്വേഷിച്ചില്ലല്ലോ എന്നായിരുന്നു മനോജ് ഓർത്തത്. അയാൾക്ക് നിരഞ്ജനെ നോക്കാൻ ഒരു ചമ്മൽ തോന്നി. അത് മനസ്സിലാക്കിയ നിരഞ്ജൻ മനോജിനെ ഒന്ന് ചേർത്ത് നിർത്തി. പിന്നീട് അവർ പോയത് അരുണിന്റെ ഓഫീസിലേക്കായിരുന്നു. അവിടെ ചെന്ന് അയാളുടെ ക്യാബിനിൽ കയറി അവിടെയെല്ലാം പരിശോധിക്കാൻ തുടങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരിക്കൽ കൂടി അവർ അരുണിന്റെ വീട്ടിലെത്തി. വീണ്ടും അരുണിന്റെ മുറി അവർ പരിശോധിച്ചു. ഒന്നും കിട്ടാതെ മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് അരുണിന്റെ അമ്മ പുറകിൽ നിന്നും വിളിച്ചത്. കണ്ടുപിടിക്കണം സാറേ, എന്റെ മകനെ ഇല്ലാതാക്കിയവരെ ഉറപ്പായും കണ്ടുപിടിക്കണം. എന്നിട്ടവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സാറേ. നിറകണ്ണുകളോടെ അവർ പറയുന്നത് കേട്ട് ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് നിരഞ്ജന കൂട്ടരും അവിടെ നിന്നും പോയി. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുന്ന മറ്റു തെളിവുകളൊന്നും പോലീസിന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെയാണ് തന്റെ വീട്ടിലേക്ക് ഫ്രം അഡ്രസ് ഇല്ലാത്തൊരു കത്ത് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ രാമകൃഷ്ണൻ പറയുന്നത്. അതും പറഞ്ഞ് അച്ഛൻ അതെടുത്ത് നിരഞ്ജന് നേർക്ക് നീട്ടി. അരുൺ കൊലപാതകം ഒരു പ്രതികാരമാണെന്നും ഇനിയും കൊലപാതകങ്ങൾ നടക്കുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു അതിൽ. ആകാംക്ഷാപൂർവം കത്ത് തുറന്നു നോക്കിയ അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയൂറി. കൊലയാളി സ്വയം തന്നെ തേടി വന്നിരിക്കുന്നു. ഇനിയും അയാളെ കൊലപാതകം നടത്താൻ വിട്ടുകൂടാ. അങ്ങനെ ഓരോന്നോർത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിൽ നിന്നും മനോജ് വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു. പറയൂ മനോജ്, എന്തുപറ്റി? സാർ, ഇപ്പോൾ ഇവിടെ ഒരു മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. സാറൊന്ന് വരാമോ? സാറിനെ കാണണമെന്നാണ് അവർ പറയുന്നത്. ആ, ഓക്കെ മനോജ്, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്
യൂണിഫോം എടുത്ത് ധരിച്ച ശേഷം സ്റ്റേഷനിലേക്ക് പോകാനായി വണ്ടിയിൽ കയറി. സ്റ്റേഷനിലെത്തി തന്റെ ക്യാബിനിലേക്ക് നടന്നു. പുറകിൽ മനോജും നിരഞ്ജനെ അനുഗമിച്ചു. എന്താണ് മനോജ്, എന്താ പ്രശ്നം? പരാതിയുമായി വന്നത് സ്ഥലം MLA കൃഷ്ണനാണ്. 2 ദിവസമായി മകനെ കാണാനില്ലെന്ന്. അതൊരു സാധാരണ കേസല്ലേ മനോജ്, അതിനെന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? നിരഞ്ജന്റെ വാക്കുകളിൽ അല്പം അമർഷമുണ്ടായിരുന്നു. കാര്യമുണ്ട് സർ. ഇപ്പോൾ കാണാനില്ലെന്ന് പറയുന്ന വ്യക്തി കാർത്തിക്, അരുണിന്റെ ഉറ്റ സുഹൃത്താണ്. എന്താണ് പറഞ്ഞത്? അരുണിന്റെ സുഹൃത്തെന്നോ? അതും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതെ സർ, അരുണിന്റെ സുഹൃത്താണ് കാർത്തിക്. അവരോട് മുറിയിലേക്ക് വരാൻ പറയൂ മനോജ്. അത് കേട്ടതും മനോജ് പുറത്തേക്ക് ചെന്ന് കൃഷ്ണനെ വിളിച്ചു SP മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പറയൂ സർ, എന്നാണ് മകനെ കാണാതായത്? 2 ദിവസം മുൻപാണ്. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത്. സ്വന്തം വണ്ടിയിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അവിടെ നിന്ന് തിരിക്കുമ്പോൾ വിളിച്ചതാണ്. പിന്നെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല. ഫോൺ ഓഫായിരുന്നു. MLA പറയുന്നത് കേട്ട് അല്പനേരം നിരഞ്ജനൊന്ന് ആലോചിച്ചു. 2 ദിവസം മുമ്പ് അവിടെ നിന്നും തിരിച്ചതാണെന്ന് പറയുന്നു. അന്ന് തന്നെ ഫോൺ ഓഫാണെന്നും പറയുന്നു. പിന്നെന്തുകൊണ്ടാണ് പരാതി തരാൻ ഇത്രയധികം വൈകിയത്? അതുപിന്നെ ചിലപ്പോൾ ഫോൺ ഓഫാക്കുന്നത് പതിവാണ് സർ. അതുകൊണ്ടാണ് അത് കാര്യമാക്കാതിരുന്നത്. എന്നാലിപ്പോൾ പറയൂ, എന്താണ് ശരിക്കുള്ള പ്രശ്നം? ഏകദേശം 1 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നു സർ. അതാണ് ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത്. തൻ്റെ ഫോണിലുള്ള വീഡിയോ എടുത്ത് നിരഞ്ജനെ കാണിച്ചു. ഒരു അടഞ്ഞ മുറിയിൽ ഒരു യുവാവിനെ കെട്ടിയിട്ടിരിക്കുന്നു. ഒരു ട്രൗസർ മാത്രമാണ് ആ യുവാവിൻ്റെ വേഷം. നെഞ്ചിലും കഴുത്തിലുമായി ചെറുതും വലുതുമായ നിരവധി മുറിവുകൾ. അതിലൂടെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. വേദന സഹിക്കവയ്യാതെ അയാൾ അലറിക്കരയുന്നു. കൈയിലെയും കാലിലെയും ഓരോ നഖങ്ങളായി പിഴുതെടുക്കുന്നു. ശേഷം ആ മുറിവുകളിലേക്ക് എന്തോ ഒന്ന് ഒഴിക്കുന്നു. അത്രയുമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അത് തൻ്റെ ഫോണിലേക്ക് പകർത്തിയ ശേഷം ഫോൺ അയാൾക്ക് തിരികെ കൊടുത്തു. വിഷമിക്കാതിരിക്കൂ, നമ്മളുടൻ തന്നെ കാർത്തികിനെ കണ്ടെത്തിയിരിക്കും. നിരഞ്ജന്റെ ആശ്വാസവാക്കുകളൊന്നും അയാളെ ആശ്വസിപ്പിച്ചില്ല. അവർ അവിടെ നിന്ന് പോയതും തന്റെ ടീം അംഗങ്ങളെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ആ വീഡിയോ കാണിച്ചു കൊടുത്തു. ആ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ഭയന്നുപോയി. കാരണം അത്രമാത്രം ക്രൂരത ഇപ്പോൾ തന്നെ ആ യുവാവിനോട് ചെയ്തിരുന്നു. സർ, ഇതും ആ കൊലയാളി തന്നെ ആയിരിക്കുമോ? നമ്മൾ തേടുന്ന അരുണിന്റെ കൊലപാതകി? അതിൽ സംശയം വേണ്ട ഇക്ബാൽ, ഇതും അവൻ തന്നെയാണ്. ആ മുറിവുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ? അരുണിന്റെ ശരീരത്തിലുണ്ടായിരുന്ന പോലുള്ള മുറിവുകൾ തന്നെയല്ലേ ഇതും? പക്ഷേ എനിക്കറിയാത്തത്, എന്തിനായിരിക്കും ഇതൊരു വീഡിയോ ആക്കി അയച്ചത്? ഒരുപക്ഷേ അവൻ നമ്മളെ വെല്ലുവിളിക്കുകയാണോ സർ? അവനിലേക്ക് നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയുണ്ട് ഇത് കാണുമ്പോൾ. അതെ അലോഷി, അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു വീഡിയോ ഉണ്ടാക്കിയത്? അവനും പറയാനുണ്ടാകും നമ്മളോട് ചോരമണക്കുന്ന പകയുടെയും പ്രതികാരത്തിന്റെയും കഥ. നിരഞ്ജനും കൂട്ടരും കാർത്തിക് താമസിച്ചിരുന്ന ബാംഗ്ലൂരിലെ വീട്ടിലെത്തി. അവിടെയെല്ലാം അരിച്ചുപെറക്കി. അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരെ പോയത് അയാൾ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്കാണ്. അപ്പോഴാണ് ടേബിളിൽ ഒരു എൻവലപ്പ് ഇരിക്കുന്നത് കണ്ടത്. അത് തുറന്നു നോക്കിയ നിരഞ്ജനൊന്ന് ഞെട്ടി. ഹലോ SP, നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായാണ് ഞാനിതെഴുതിയത്. നിങ്ങൾക്ക് എന്നിലേക്ക് എത്താൻ കഴിയില്ല. അഥവാ കഴിഞ്ഞാലും നിങ്ങൾ എന്നിൽ എത്തുന്നതിന് ഒരു നിമിഷം മുൻപെങ്കിലും എൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തിരിക്കും ഞാൻ. ഉടൻ തന്നെ ഓഫീസിലുള്ളവരെയെല്ലാം വിളിച്ചു. ആരാണ് ഈ എൻവലപ്പ് കാർത്തിക്കിന്റെ ക്യാബിനിൽ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിച്ചു. അവിടെയുള്ള ഒരു തൂപ്പുകാരനാണ് അതിനുത്തരം പറഞ്ഞത്. ഞാനാണ് സാർ അത് അവിടെ കൊണ്ടുവച്ചത്. ഭയത്തോടെയാണ് അയാൾ മറുപടി പറഞ്ഞത്. എങ്ങനെയാണ് ഈ എൻവലോപ്പ് താങ്കളുടെ കയ്യിൽ കിട്ടിയത്? ആരെങ്കിലും കൊണ്ടുവന്ന് തന്നതാണോ? അതെ, അതെ സാർ, ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ്. അയാൾ എന്തു പറഞ്ഞാണ് അത് കൊണ്ടുവന്നത്? മനോജാണ് അത് ചോദിച്ചത്. കാർത്തിക് സാറിനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ലീവാണെന്ന്. എങ്കിൽ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ മറക്കാതെ കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അയാളെ നേരിട്ട് കണ്ടുവല്ലേ? അയാളെ കാണാൻ എങ്ങനെയുണ്ട്? ഇത്തവണ വിഷ്ണുവിൻ്റെതായിരുന്നു ചോദ്യം. സാമാന്യം ഉയരവും വണ്ണവുമുള്ള ഒരാളായിരുന്നു സർ.
അത് വെളുത്ത നിറമായിരുന്നു അയാൾക്ക്. നിങ്ങൾ അയാളുടെ മുഖം കണ്ടില്ലേ? വ്യക്തമായി കണ്ടില്ല സർ. അയാൾ തലയിലൊരു തൊപ്പിയും കണ്ണിൽ നീല സൺഗ്ലാസും വെച്ചിരുന്നു. ദേഷ്യം വന്ന നിരഞ്ജൻ അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു. എങ്കിലും അവ്യക്തമായി എനിക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ട് സർ. അത് കേട്ടതും നിരഞ്ജന്റെയും കൂട്ടരുടെയും മുഖത്ത് ഒരു ആശ്വാസം നിറഞ്ഞു. ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അയാളുടെ രേഖാചിത്രം വരപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി നിരഞ്ജൻ. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം തയ്യാറായി. ആ രേഖാചിത്രം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തു. അന്ന് രാത്രി ഏറെ വൈകിയാണ് നിരഞ്ജൻ വീട്ടിലേക്കെത്തിയത്. കയ്യിൽ ആ രേഖാചിത്രവും ഉണ്ടായിരുന്നു. കേസിന്റെ കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നു അയാൾക്ക്. അന്നും ആ പതിവ് തെറ്റിയില്ല. കയ്യിലുള്ള രേഖാചിത്രം അച്ഛനെ കാണിച്ചു. ചിത്രത്തിലേക്ക് തന്നെ കുറച്ചുനേരം നോക്കിയിരുന്നു അയാൾ. ഇയാളെ എവിടെയോ കണ്ടുമറന്ന പോലുണ്ട്. പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അച്ഛന് ആ വ്യക്തിയെ അറിയാമെന്ന് കേട്ടതും നിരഞ്ജന് കൂടുതൽ ആവേശമായി. ഒന്നുകൂടി ആലോചിച്ചു നോക്കച്ചാ, ഇയാളിപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ്. കുറച്ചുനേരത്തെ ആലോചനയ്ക്കൊടുവിൽ അയാൾക്കെന്തോ ഓർമ്മ വന്നതുപോലെ തോന്നിച്ചു മുഖം. അയാൾ പറഞ്ഞു തുടങ്ങി. 10 വർഷം മുമ്പ്, അന്ന് ഞാൻ SI ആയിരുന്ന സമയം, ശിവഗംഗ കോളേജിൽ ഒരു മരണം നടന്നു. അല്ല, ഒരു കൊലപാതകം. ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീച്ചി ചീന്തി കൊലപ്പെടുത്തി. അന്നതിന്റെ അന്വേഷണ ചുമതല എനിക്കായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ബലാത്കാരം ചെയ്തതിന്റെ തെളിവുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ മരണകാരണം തലയ്ക്ക് പുറകിലേറ്റ ശക്തമായ അടിയായിരുന്നു. കേസിന്റെ അന്വേഷണം ചെന്ന് നിന്നത് 6 ചെറുപ്പക്കാരിൽ, അതും ആ മരിച്ച പെൺകുട്ടിയുടെ സീനിയർമാർ. ഞാൻ അവരെയെല്ലാം അറസ്റ്റ് ചെയ്യാനായി ഒരുങ്ങി. അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എന്നെ ആ കേസിന്റെ ചുമതലയിൽ നിന്നും ഔദ്യോഗികമായി തന്നെ മാറ്റിയത്. അതിന്റെ കാരണം അന്വേഷിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായി, അതിൽ അന്നത്തെ വലിയൊരു ബിസിനസ്സുകാരനായ ശേഖരന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. മന്ത്രിതലത്തിലെല്ലാം പിടിപാടുണ്ടായിരുന്ന അയാൾ തൽക്ഷണം എന്നെ ആ കേസിൽ നിന്നും മാറ്റുകയും ആ കേസ് തേച്ചുമാച്ചു കളയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സ്റ്റേഷനിലേക്ക് ഒരാൾ വന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഒരു ചെറുപ്പക്കാരൻ. തെറ്റ് ചെയ്ത അവരെയെല്ലാം വെറുതെ വിട്ടുവല്ലേ? എങ്കിൽ കേട്ടോളൂ. എന്റെ കോടതിയിൽ, ദൈവത്തിന്റെ കോടതിയിൽ അവർക്ക് മാപ്പില്ല. അവർക്കുള്ള ശിക്ഷ നൽകുന്നത് ഞാനായിരിക്കും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അന്നാണ് അവസാനമായി ഞാൻ ആ വ്യക്തിയെ കണ്ടത്. എന്നെ കേസിൽ നിന്നും മാറ്റിയതിനാൽ പിന്നെ ഞാൻ അത് വിട്ടുകളഞ്ഞു. എങ്കിലും ആ ചെറുപ്പക്കാരൻ എന്റെ മനസ്സിലൊരു നോവായുണ്ട് ഇന്നും. അയാളൊന്ന് നെടുശ്വാസം വിട്ടു. കാലം എല്ലാവർക്കും മാറ്റം വരുത്തുമല്ലോ. അത്തരം മാറ്റങ്ങൾ ഈ യുവാവിനും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ മുഖം, ഈ മുഖം ഞാൻ മറക്കില്ല, മരണം വരെ. കാരണം എന്നെ അത്രയധികം വേട്ടയാടിയ ദയനീയമായ മുഖം ഇതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. അച്ഛന് അയാളുടെ പേരെന്താണെന്ന് അറിയുമോ? ഇല്ല, അതെനിക്കറിയില്ല. ഉടൻ തന്നെ നിരഞ്ജനൊരു ബുദ്ധി തോന്നി. വേഗം ഫോണെടുത്ത് മനോജിനെ വിളിച്ചു. കുറച്ച് റിങ്ങായതിനു ശേഷം മറുതലയ്ക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ സർ. എന്താണ്, എന്തെങ്കിലും അർജന്റ് മാറ്റർ ആണോ? അർജന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. നാളെ രാവിലെ തന്നെ അടുത്തുള്ള പത്രം ഓഫീസിൽ പോയി 10 വർഷം മുമ്പ് നടന്ന കൊലപാതകങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കണം. അതായത് 2015 വർഷത്തിലെ. എന്നിട്ട് അതുമായി എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാനിവിടെ ഉണ്ടാകും. കേസിന്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴോ നിരഞ്ജൻ ഉറങ്ങിപ്പോയി. തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് നിരഞ്ജൻ അന്ന് ഉണർന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോഴതാ മുന്നിൽ ഒരു കെട്ട് പേപ്പറുമായി മനോജ്. വരൂ മനോജ്, എന്തായി കാര്യങ്ങൾ? 2015 മുഴുവൻ കൊലപാതകത്തിന്റെ വാർത്തയുള്ള പേപ്പറുകളുണ്ട് ഇതിൽ. ആ വർഷം പ്രമാദമായത് 3 കേസുകളായിരുന്നു. ഒന്ന് ഇഞ്ചക്കാട് കേസ്, രണ്ടാമത്തേത് ദൃശ്യ കൊലക്കേസ്, മൂന്നാമത്തേത് നിയതി കൊലക്കേസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാറിന്റെ അച്ഛനായിരുന്നു ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. അതെ, അത് തന്നെ. ആ കേസിനെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്, നിരഞ്ജൻ ആവേശത്തോടെ പറഞ്ഞു. അതു കേട്ട് മനോജ് വേഗം തന്നെ അതിന്റെ വാർത്തയുള്ള പേപ്പർ തപ്പിയെടുത്ത് നിരഞ്ജന് നേർക്ക് നീട്ടി. നിരഞ്ജൻ ആ വാർത്ത സസൂക്ഷ്മം വായിച്ചു. ആദ്യമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പിന്നീട് ആ വാർത്ത അവസാന പേജിൽ
ചെറിയൊരു കോളമായി മാറിയിരുന്നു. എന്താണ് സാർ, കാര്യമായി തന്നെ നോക്കുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഇതിലുണ്ടോ? പറയാം, ഇപ്പോഴല്ല. എന്റെ നിഗമനങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നിയാൽ. പിന്നെ മനോജ് ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കൂടി ആ പത്രത്താളുകൾ പരതിയ ശേഷം നമുക്കൊരിടം വരെ പോകാനുണ്ടെന്നും ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. നിരഞ്ജൻ തിരികെ വരുന്നതും കാത്ത് മനോജ് അവിടെയിരുന്നു. അല്പസമയം കഴിഞ്ഞതും പോലീസ് യൂണിഫോമിൽ നിരഞ്ജൻ എത്തി. നിരഞ്ജനെ കണ്ടതും മനോജ് എഴുന്നേറ്റ ശേഷം അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി. വണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നിരഞ്ജൻ പറഞ്ഞത്, തങ്ങൾക്ക് പോകേണ്ടത് 10 വർഷം മുമ്പ് മൃഗീയമായി കൊല്ലപ്പെട്ട നീതിയുടെ വീട്ടിലേക്കാണെന്ന്. അത് കേട്ടതും അതെന്തിനെന്ന അർത്ഥത്തിൽ മനോജ് നിരഞ്ജനെ നോക്കി. അതുകണ്ട് നിരഞ്ജനൊന്ന് ചിരിച്ചു കാണിച്ചു. വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും മനോജിന്റെ മനസ്സിൽ 1000 സംശയങ്ങളായിരുന്നു. വണ്ടി നേരെ ചെന്ന് നിന്നത് നിയതിയുടെ വീട്ടുമുറ്റത്തേക്കായിരുന്നു. അവർ രണ്ടുപേരും വണ്ടിയിൽ നിന്നിറങ്ങി. വണ്ടിയിൽ നിന്നിറങ്ങിയ മനോജും നിരഞ്ജനും നിയതിയുടെ വീട്ടിലേക്ക് നടന്നു. കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്നത് ഒരു വൃദ്ധനെ പോലെ തോന്നിക്കുന്ന ഒരാളായിരുന്നു. മുന്നിൽ പോലീസിനെ കണ്ടതും അയാളൊന്ന് പകച്ചുപോയി. ഇത് നീതിയുടെ വീടല്ലേ? ചോദ്യം നിരഞ്ജന്റേതായിരുന്നു. അതെ, ഇതുതന്നെയാണ്. എന്താ കാര്യം? കുറച്ച് സംസാരിക്കാനുണ്ട്. അകത്തേക്ക് വന്നോട്ടെ? ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ വാതിലടയ്ക്കാനായി തുനിഞ്ഞു. പ്ലീസ് സർ, ഞങ്ങളൊരു കേസന്വേഷണത്തിലാണ്. അതിന് സഹായകമാകുന്ന ചില വിവരങ്ങൾ അങ്ങയിൽ നിന്നും ശേഖരിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്തു വിവരങ്ങൾ? ഒന്നും എനിക്ക് പറയാനില്ല. അതെല്ലാം 10 വർഷം മുന്നേ കഴിഞ്ഞില്ലേ? എന്റെ മകളെ കൊന്നവരെ വെറുതെ വിട്ട നിമിഷം മുതൽ. അങ്ങനെ പറയരുത് സാർ. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണം. നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന്? വെറുതെ മനുഷ്യനെ ശല്യം ചെയ്യരുത്. മതി മനോജ് സംസാരിച്ചത്. ഇനി ഞാൻ സംസാരിച്ചോളാം. സർ, സാറിന് ഓർമ്മയുണ്ടോ അന്ന് നീതിയുടെ കേസ് അന്വേഷിച്ച SI മുരളിയെ? മുരളി സാറിനെ മറക്കാനോ? എന്റെ മകളുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയില്ലേ ആ ദുഷ്ടന്മാർ? അതും പറഞ്ഞ് ആ സാധുവൃദ്ധൻ കരയാൻ തുടങ്ങി. ഇത് കണ്ട് മനോജും നിരഞ്ജനും വല്ലാതായി. ഒരു സാധനമെന്നോണം നിരഞ്ജൻ അയാളുടെ തോളിൽ കൈയമർത്തി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ, നിരഞ്ജൻ കുമാർ. അതു കേട്ടതും ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു സന്തോഷം തെളിഞ്ഞു. ഒപ്പം മുഷിഞ്ഞ് സംസാരിച്ചതിന് ഖേദവും. ക്ഷമിക്കണം സാർ, ആളറിയാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. അകത്തേക്ക് വരൂ. അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പറയൂ സർ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? നിരഞ്ജൻ തന്റെ കയ്യിലുള്ള രേഖാചിത്രം അയാളെ കാണിച്ചു. ഇയാളെ അറിയുമോ? കുറച്ചുനേരം ആ ഫോട്ടോയിലേക്ക് നോക്കി അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതാണ് നിരഞ്ജൻ കണ്ടത്. എന്താണ് സാർ, എന്തുപറ്റി? എന്തിനാണ് അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞത്? അന്നെന്റെ മകൾ മരിച്ചതിനു ശേഷം ഈ പയ്യൻ മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നത്. എന്നാൽ എന്നാൽ പിന്നെ അവനെയും ഒരു നാൾ കാണാതായി. അതും പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. കരയാതിരിക്കൂ സർ. ഇനി എനിക്ക് അറിയേണ്ടത് ഒരു കാര്യം മാത്രം. എന്തായിരുന്നു അയാളുടെ പേര്? നവീൻ പ്രഭാകരൻ. എന്നായിരുന്നു നവീൻ പ്രഭാകരനെ അവസാനമായി കണ്ടത്? നീതിയുടെ അച്ഛന്റെ ഓർമ്മകൾ 10 വർഷം മുമ്പുള്ള ദിവസത്തിലേക്ക് യാത്രയായി. എന്റെ മകൾ മരണപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുരളി സാർ പ്രതികളെ കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതികൾക്ക് ഉന്നത സ്വാധീനമുണ്ടായിരുന്നതിനാൽ അവർ അതിൽ നിന്നെല്ലാം ഊരിപ്പോന്നു. പിന്നെ കേസിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അന്നൊരു ദിവസം നവീൻ ഇവിടെ വന്നിരുന്നു. നീതിയുടെ കൊലയ്ക്ക് കാരണമായ ഒരാളെയും വെറുതെ വിടില്ലെന്നും നിയമം നിഷേധിച്ച നീതി താൻ നീതിക്ക് വാങ്ങിക്കൊടുക്കുമെന്നും പ്രതികൾക്ക് ശിക്ഷ നൽകുമെന്നും വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞ് അവൻ ഇവിടെ നിന്നും പോയി. അന്നായിരുന്നു അവസാനമായി നവീനെ ഞാൻ കണ്ടത്. പിന്നെ ഇന്നുവരെ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അയാൾ കണ്ണുകൾ തുടച്ചു. നവീന്റെ അഡ്രസ് ഒന്ന് തരാമോ? നിരഞ്ജൻ ചോദിച്ചത് കേട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ വിലാസം എഴുതി കൊടുത്തു. അവിടെ നിന്നും ഇറങ്ങിയ നിരഞ്ജനും മനോജും
നേരെ ചെന്നത് നവീന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് നവീന്റെ അച്ഛനോടും അമ്മയോടും അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കി. ഒരു നാൾ ഏറെ വിഷമത്തോടെ ഒരു കത്തിയുമായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നല്ലാതെ മറ്റൊന്നും തന്നെ അവർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ മിസ്സിംഗ് കേസ് ഒന്നും കൊടുത്തില്ലേ അന്ന്? കൊടുത്തിരുന്നു സർ. പക്ഷേ കണ്ടു കിട്ടിയില്ല എന്നും പറഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ചെയ്തു പോലീസ്. സാറേ, എന്റെ മകൻ ഇവിടെ നിന്നും പോയിട്ട് 10 വർഷം കഴിഞ്ഞു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഉണ്ടെങ്കിൽ അവനെ ഒന്ന് കണ്ടെത്തി തരണേ. അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങവേ നവീന്റെ അമ്മ യാചനയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമുക്ക് ശരിയാക്കാം അമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. എന്നാലും എന്തിനായിരിക്കും അച്ഛനെയും അമ്മയും വിട്ട് 10 വർഷത്തോളം നവീൻ ഒഴിഞ്ഞുമാറി നടക്കുന്നത്? കാർത്തിക് മിസ്സായതിൽ അയാൾക്ക് പങ്കുണ്ടോ? നിയതിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ മാത്രം നിയതിയും നവീനും തമ്മിലുള്ള ബന്ധമെന്തായിരിക്കും? തിരികെ പോകുന്ന വഴിയിൽ നിരഞ്ജൻ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രേഖാചിത്രം വരച്ചു. നവീൻ ആരെന്നറിഞ്ഞു എന്നതൊഴിച്ചാൽ കേസിൽ ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. അരുണിന്റെ ബോഡി കണ്ടെടുത്ത പോലെ തന്നെ കാണാതായി 7-മത്തെ നാൾ കാർത്തിക്കിന്റെ ബോഡിയും കണ്ടെത്തി. അടുത്തുള്ള പാലത്തിൽ നിർത്തിയിട്ട കാർത്തിക്കിന്റെ കാറിൽ നിന്ന് തന്നെ. രാവിലെ നടക്കാനായി പോകുന്നവരാണ് ബോഡി കണ്ടത്. അതും അരുണിന്റേത് പോലെ തന്നെ മുറിവുകളും പൊള്ളിയ പാടുകളും ശരീരത്തിലുണ്ടായിരുന്നു. നഖങ്ങളെല്ലാം പിഴുതെടുത്തിരുന്നു. അതിക്രൂര പീഡനങ്ങൾക്കൊടുവിലാണ് കാർത്തിക്കും ജീവൻ വെടിഞ്ഞതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും വ്യക്തമാകുന്ന തരത്തിലായിരുന്നു മൃതദേഹം. MLA കൃഷ്ണനും ഭാര്യയും സംഭവസ്ഥലത്തെത്തി മരിച്ചത് കാർത്തിക് തന്നെയെന്ന് ഉറപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്നൊന്നും കൊലപാതകിയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതോടെ പോലീസിന് വീണ്ടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അരുണിന്റേതുപോലെ തന്നെയായിരുന്നു ഈ മരണവും. എന്നാൽ ഒന്നു മാത്രം വ്യത്യസ്തം. അരുണിന്റെ ശരീരത്തിൽ 6 എന്ന് എഴുതിയിരുന്നുവെങ്കിൽ കാർത്തിക്കിന്റെ ശരീരത്തിൽ അത് 5 എന്നായിരുന്നു. അത് കണ്ടതും നിരഞ്ജനൊന്ന് ഞെട്ടി. ഇനിയും 4 മരണങ്ങൾ കൂടി നടക്കുമെന്നുള്ള സൂചനയാണ് കൊലയാളി തങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് നിരഞ്ജന് മനസ്സിലായി. ഇനിയൊരു മരണം കൂടി നടക്കരുതെന്ന് നിരഞ്ജന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി പല വഴികളും ആലോചിച്ചു. കുറെ സമയത്തിന് ശേഷം ഒരു ഉപായം കണ്ടെത്തിയ പോലെ കൂട്ടാളികളെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ മരണപ്പെട്ട കാർത്തികിന്റെ ശരീരത്തിലെ നമ്പർ 5. അതായത് ഇനിയും 4 പേർ കൂടി മരണപ്പെടാനുണ്ട്. അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം. അതിന് നമുക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. 10 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം പൊടിതട്ടിയെടുക്കണം. അതുമാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി. ഏത് കൊലപാതകമാണ് സർ? നിയതി കൊലപാതകം. അതിനായി 10 വർഷം മുൻപ് നടന്ന നീതി കൊലക്കേസിന്റെ കേസ് ഫയൽ റെക്കോർഡ് റൂമിലുണ്ടോ എന്നറിയാനായി മനോജിനെയും അലോഷിയെയും പറഞ്ഞുവിട്ടു. എന്നാൽ 10 വർഷം മുന്നത്തെ കേസായതിനാൽ അതിനെ സംബന്ധിക്കുന്ന ഒരു റെക്കോർഡുകളും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള വഴി അന്നത്തെ പത്രക്കെട്ടുകളാണെന്ന് അപ്പോഴാണ് നിരഞ്ജൻ ഓർക്കുന്നത്. ഉടൻ തന്നെ തന്റെ കൂട്ടാളികളെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ അവർ അന്നത്തെ ഓരോ പത്രങ്ങളും നോക്കാൻ തുടങ്ങി. അന്ന് നീതിയുടെ കേസിൽ പോലീസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയവരുടെ പേരുകൾ കണ്ടെത്തി. തികച്ചും ഉന്നതരുടെ മക്കളായിരുന്നു അവർ. പിന്നീട് അവരെ കുറ്റവാളികളല്ലെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. അപ്പോഴാണ് ജോൺ ഒരു കാര്യം പറഞ്ഞത്. സർ, നീതി കൊലക്കേസിൽ മൊത്തം 5 പ്രതികളെയാണ് സാറിന്റെ അച്ഛൻ അന്ന് അറസ്റ്റ് ചെയ്തത്. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് അരുണിന്റെ ബോഡിയിൽ 6 എന്ന നമ്പറും കാർത്തിക്കിന്റെ ബോഡിയിൽ 5 എന്ന നമ്പറുമാണുള്ളത്. അങ്ങനെയാകുമ്പോൾ കൊല്ലപ്പെടുന്ന 6-മൻ ആരായിരിക്കും? അതെ സർ, ഞങ്ങൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അലോഷിയും ഇക്ബാലും വിഷ്ണുവും ജോണിന്റെ സംശയത്തെ അനുകൂലിച്ചപ്പോൾ നിരഞ്ജനും ആകെ അങ്കലാപ്പിലായി. അതൊരു പക്ഷേ നിങ്ങളെ അന്വേഷണത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനാവില്ലേ? നിങ്ങൾ ആ പ്രതിയിലേക്ക് എത്തരുതെന്ന അയാളുടെ ആഗ്രഹമായിരിക്കില്ലേ അത്? അപ്രതീക്ഷിതമായി നിരഞ്ജന്റെ അച്ഛൻ്റെതായിരുന്നു ആ ചോദ്യം. അതെ, അതിനും സാധ്യതയുണ്ട്. നിരഞ്ജൻ അച്ഛനെ അനുകൂലിച്ചു. എനിക്കങ്ങനെ തോന്നുന്നില്ല സർ. ഇപ്പോൾ നടന്ന 2 കൊലപാതകങ്ങളും നടത്തിയ വ്യക്തിയുടെ മനോനിലയിൽ അങ്ങനെ വെറുതെ പറയുന്നതാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മാനസിക സ്ഥിരത ഉള്ള ഒരു മനുഷ്യന്റെ പ്രവൃത്തികളല്ല ഇതൊന്നും.
അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അലോഷിയാണ് അത് പറഞ്ഞത്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ശരി. കാരണം കൊല്ലപ്പെട്ടവർ രണ്ടുപേരും നിയതി കേസിൽ ഒരിക്കൽ പ്രതികളെന്ന് പറഞ്ഞവരാണ്. ആ ആറാമൻ ഒരുപക്ഷെ അവരെ സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന വഴിയാണ് ശരിയെന്ന് കരുതി മുന്നോട്ടു പോകാം. എങ്ങനെയും ആ സൈക്കോയെ കണ്ടെത്തിയേ മതിയാകൂ. നിരഞ്ജനും അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും തങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയാണ് ശരിയെന്ന് സമർത്ഥിക്കുകയായിരുന്നു. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. അരുണിന്റെയും കാർത്തിക്കിന്റെയും അടുത്ത സുഹൃത്തുക്കളായ ജെർക്കിനെയും അജിത്തിനെയും പ്രണവിനെയും നിരഞ്ജൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തെല്ലൊരു ഭയത്തോടെയാണ് അവർ അവിടേക്ക് എത്തിയത്. കൂടെ അവരുടെ അച്ഛന്മാരും ഉണ്ടായിരുന്നു. അച്ഛന്മാരെ അവിടെ ഇരുത്തി ജെറിയെയും അജിത്തിനെയും പ്രണവിനെയും മുറിയിലേക്ക് വിളിപ്പിച്ചു. ഭയത്തോടെയാണ് അവർ അവിടേക്ക് ചെന്നത്. എല്ലാരും ഇരിക്കൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവർ മൂവരും മുഖത്തോട് മുഖം നോക്കി. ഇല്ല, ഇല്ല സർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ ശബ്ദം ദുർബലമായിരുന്നു. ഇപ്പോഴല്ല, നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പ്രണവിന്റെ ശബ്ദം കുറച്ച് ഉയർന്നിരുന്നു. നിങ്ങളുടെ രണ്ടു കൂട്ടുകാർ മരിച്ചത് നിങ്ങൾക്കറിയാലോ? അല്ല, കൊല്ലപ്പെട്ടത്. നിരഞ്ജൻ മനഃപൂർവ്വം ആ വാക്കുകൾ തിരുത്തി. അറിയാം സാർ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് നഷ്ടപ്പെട്ടത്. അതാരായാലും ഞാനവനെ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ. ജെറിയുടെ ശബ്ദത്തിന് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. നിന്നെയൊക്കെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിന്റെയൊക്കെ നാവാട്ടം കേൾക്കാനല്ല. അടങ്ങിയിരിക്കടോ. പിന്നെ കൊല്ലുന്നത് അതൊന്നും നിങ്ങൾക്ക് പുതിയ കാര്യമല്ലല്ലോ. കോളേജിൽ പഠിക്കുമ്പോഴേ അതിനൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇക്ബാലാണ് അതിന് മറുപടി നൽകിയത്. അത് കേട്ടതും മൂവരുടെയും മുഖം രക്തമയമില്ലാത്ത അവസ്ഥയിലായി. അവർ തല താഴ്ത്തിയിരുന്നു. അവർ മൂവരും തല താഴ്ത്തിയിരിക്കുന്നത് കണ്ട് നിരഞ്ജൻ പറയാൻ തുടങ്ങി. നിങ്ങളുടെ രണ്ടു കൂട്ടുകാർ കൊല്ലപ്പെട്ടു. ആ രണ്ടുപേരെയും കൊന്നത് ഒരാളാണെന്ന് വ്യക്തം. ഇനിയും കൊലപാതകങ്ങൾ നടന്നേക്കാം. അത് നിങ്ങളിൽ ആരുമാകാം. ഞങ്ങളോ? ഞങ്ങളെങ്ങനെ? മൂവരും ഒന്നിച്ചാണത് ചോദിച്ചത്. നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോ നിങ്ങൾ നിയതിയെയും മറന്നു കാണില്ല, അല്ലേ? നിരഞ്ജന്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ആ മൂവർ സംഘത്തിന്റെ കാതുകളിൽ പതിച്ചത്. ഒന്നും പറയാനില്ലാതെ നിശബ്ദരായി തല താഴ്ത്തിയവർ. അവരുടെ മൗനം അവർ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നത് പോലെയാണ് നിരഞ്ജന് തോന്നിയത്. അയാൾ ഫയൽ തുറന്ന് ഒരു പേപ്പർ പുറത്തെടുത്തു. അതവർക്ക് മുന്നിലേക്ക് നീട്ടി. അതിലെ ചിത്രം കണ്ടതും അവരെല്ലാം ഞെട്ടി ചാടി എഴുന്നേറ്റു. നവീൻ പ്രഭാകരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇയാളെ അറിയാം? അറിയാം സാർ, ഇത് നവീൻ പ്രഭാകരൻ, ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു. അങ്ങനെയൊരു പരിചയം മാത്രമാണോ നിങ്ങൾ തമ്മിൽ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഞെട്ടൽ? അതിനും അവർ മൂവർക്കും മറുപടിയില്ലായിരുന്നു. അതുകണ്ട് നിരഞ്ജൻ തുടർന്നു. ഈ ചിത്രത്തിൽ കാണുന്ന യുവാവാണ് അരുണിന്റെയും കാർത്തിക്കിന്റെയും ഘാതകൻ. ഇല്ല, ഇവനോ? ഇവനല്ല, ഒരിക്കലും ഇവനല്ല അവർ രണ്ടുപേരെയും ഇല്ലാതാക്കിയത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന അജിത് പിറുപിറുത്തു. ഉടൻ ജെറി അവന്റെ കൈകളിൽ അമർത്തി കണ്ണുകൾ കൊണ്ട് അരുതെന്ന് ആംഗ്യം കാണിച്ചു. ഇയാളാണ് കൊന്നത് എന്നതിനുള്ള കുറച്ചു തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അയാളുടെ ഇരകൾ നിങ്ങളിൽ ആരുമാകാം. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും സത്യം പറയൂ. നവീനാണ് കൊലയാളിയെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, കേൾക്കാനും. എഴുന്നേക്കട എല്ലാം, വാ പോകാം. പ്രണവ് ജെറിയെയും അജിത്തിനെയും നോക്കി ആക്രോശിച്ചു. അത് കേട്ട് അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റു. പ്രണവിന് പുറകിലായി പുറത്തേക്ക് നടന്നു. അപ്പോൾ അജിത്ത് നിരഞ്ജനെ തിരിഞ്ഞു നോക്കി. അത് കണ്ടതും മറ്റു രണ്ടുപേർ അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അജിത്തിന് തങ്ങളോടെന്തോ പറയാനുണ്ടെന്ന് തോന്നി നിരഞ്ജന്. അന്ന് രാത്രി സമയം 10 മണിയോട് അടുത്തിരുന്നു. വീട്ടിലിരുന്ന് കേസ് ഫയൽ ഇരുത്തി പഠിക്കുകയായിരുന്നു നിരഞ്ജൻ. അപ്പോഴാണ് മുറ്റത്ത് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. ഒപ്പം വീട്ടിലെ കോളിംഗ് ബെല്ലും മുഴങ്ങി.
നിരഞ്ജന്റെ അച്ഛനായിരുന്നു ചെന്ന് വാതിൽ തുറന്നത്. നിരഞ്ജൻ സാർ ഇല്ലേ ഇവിടെ? ഉണ്ട്. നിങ്ങളാരാണ്? എന്താണ് ഈ സമയത്ത്? ഞാൻ അജിത്. എനിക്ക് അത്യാവശ്യമായി സാറിനെ ഒന്ന് കാണണമായിരുന്നു. അജിത് എന്ന പേര് കേട്ടതും നിരഞ്ജൻ മുറിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. സർ, എനിക്കൊരു കാര്യം അത്യാവശ്യമായി സംസാരിക്കാനുണ്ട്. നിരഞ്ജനെ കണ്ടതും അജിത് അയാളെ നോക്കി പറഞ്ഞു. ശരി, പറഞ്ഞോളൂ. എന്താണ് പറയാനുള്ളത്? കുറച്ച് കോൺഫിഡൻഷ്യലാണ് സർ. അതു കേട്ടതും നിരഞ്ജൻ അജിത്തിനെയും കൂട്ടി തന്റെ മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് നിരഞ്ജന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്കും. ഇനി പറയൂ, എന്താണ് തനിക്ക് പറയാനുള്ളത്? പറയാം സാർ. അതിനു മുമ്പ് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അടുത്തുള്ള ടേബിളിൽ നിന്ന് വെള്ളമെടുത്ത് അജിത്തിനു കൊടുത്തു. അവനത് ആർത്തിയോടെ കുടിച്ച ശേഷം അടുത്തു കണ്ട കസേരയിലേക്കിരുന്നു. തങ്ങൾ അന്വേഷിക്കുന്ന കേസിനെക്കുറിച്ചാണ് അജിത്തിന് പറയാനുള്ളതെന്ന് നിരഞ്ജന് മനസ്സിലായി. പറയാൻ ആവശ്യത്തിനുള്ള സമയമെടുത്തോട്ടെ എന്നോർത്ത് അജിത്തിനെ നോക്കി ശാന്തനായിരുന്നു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ച ശേഷം അജിത് പറഞ്ഞു തുടങ്ങി. ഇന്നുവരെ ആരും അറിയാതെ കൊണ്ടുനടന്ന സത്യങ്ങൾ. നിയതി ഞങ്ങളുടെ കോളേജിലെ മികവുറ്റ കലാകാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാർത്തിക് ചെന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ അവളത് അംഗീകരിച്ചില്ല. അവനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ലെന്ന് പറഞ്ഞൊഴിവാക്കി. അത് കാർത്തിക്കിൽ ഒരുതരം പകയായിരുന്നു ഉണ്ടാക്കിയത്. അവളെ തനിച്ച് കയ്യിൽ കിട്ടാനായി ഒരവസരം നോക്കി നടക്കുകയായിരുന്നു അവൻ. അങ്ങനെയിരിക്കെയാണ് കോളേജിൽ ആർട്സ് ഡേ പ്രോഗ്രാം നടക്കുന്നത്. അന്നതിൻ്റെ വിശിഷ്ടാതിഥി അന്നത്തെ കളക്ടറായിരുന്നു. അതിൻ്റെ കോർഡിനേഷൻ ചുമതല നിയതിക്കായിരുന്നു. പ്രോഗ്രാമുകൾ രാത്രി വരെ നീണ്ടുനിന്നു. അപ്പോഴാണ് ഇരുട്ടിൽ അവൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് ഞങ്ങൾ കണ്ടത്. ഡാ കാർത്തികേ, നോക്കടാ, ആരാ വരുന്നതെന്ന്. നിയതിയെ ചൂണ്ടി ജെറിയാണത് പറഞ്ഞത്. അവളെ കണ്ടതും കാർത്തിക്കിന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ പിറകിലൂടെ ചെന്ന് അവളുടെ വായ മൂടിക്കെട്ടി. ഞങ്ങളെല്ലാവരും ചേർന്ന് അവളെ അടുത്തുള്ള ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. മാറ്, എനിക്ക് പോണം. എന്തിനാ നിങ്ങളെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ഒച്ചവെക്കും. നീ ഒച്ചവെക്കേ മോളെ. എന്നാലും ഇനി ഈ വഴിയൊന്നും ആരും വരാൻ പോകുന്നില്ല. അതും പറഞ്ഞ് കാർത്തിക് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒപ്പം ഞങ്ങളും. അപ്പോഴൊക്കെയും ഞങ്ങളെ ഭരിച്ചിരുന്നത് ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്ന മദ്യമായിരുന്നു. കാർത്തിക് ചെന്ന് വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് അവളുടെ കയ്യിൽ കടന്നുപിടിച്ചു. പെട്ടെന്ന് തന്നെ അവൾ ആ കൈ കുടഞ്ഞ് അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണ് തല്ലിയത് കാർത്തിക്കിന് സഹിച്ചില്ല. അവൻ അവളുടെ കവിളത്ത് തന്നെ ആഞ്ഞ് ഒരടി കൊടുത്തു. ആ അടിയുടെ ആഘാതത്തിൽ അവൾ ചുവരിനടുത്തേക്ക് തെറിച്ചു വീണുപോയി. ചുവരിൽ ഇടിച്ചത് കാരണം നെറ്റിപ്പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റു. ഡോറിനടുത്ത് നിന്നിരുന്ന കാർത്തിക്കിനെ തള്ളിമാറ്റി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ വാതിൽ തുറക്കാൻ കഴിയുന്നതിന് മുൻപേ കാർത്തിക് എഴുന്നേറ്റ് അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു നിലത്തേക്ക് തള്ളിയിട്ടു. തല ഡെസ്കിലിടിച്ച് ബോധം മറഞ്ഞു. അവൾ അപ്പോൾ തന്നെ താഴെ വീണു. ബോധരഹിതയായി കിടക്കുന്നവളെ കണ്ട് കാർത്തിക്കിന് ദേഷ്യം ഇരച്ചു കയറി. എഴുന്നേറ്റ് വാടി. എന്താടി, എവിടെ പോയി നിന്റെ വീറും വാശിയും? നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ വയ്യല്ലേ? ഇനി നീ ഒരുത്തനെയും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഗതിയാക്കി തരാം ഞാൻ. കാർത്തിക് അലറുകയായിരുന്നു. പിന്നെ അവളെ അവൻ വിവസ്ത്രയാക്കുകയും മൃഗീയമായി ഭോഗിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളും അവളെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു. അവസാനം അവളെ എടുത്ത് കാർത്തിക് തല ചുവരിലടിച്ച് കൊന്നുകളഞ്ഞു. അടുത്ത ദിവസമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ബോധം വന്നത്. അപ്പോഴേക്കും നിയതിയുടെ മരണം അറിഞ്ഞ് പോലീസും മാധ്യമങ്ങളും കോളേജിലെത്തിയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ. സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അന്നത്തെ SI മുരളി സാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ച് ഞങ്ങൾക്കെതിരായ തെളിവുകൾ ഇല്ലാതാക്കുകയും അതുവഴി ഞങ്ങൾ പുറത്തെത്തുകയും ചെയ്തു. പിന്നെയും ഞങ്ങൾ ആ കോളേജിൽ തന്നെ പഠിച്ചു. കാരണം ആ കോളേജിന്മേൽ കാർത്തികിന്റെയും അരുണിന്റെയും അച്ഛന്മാർക്ക് നല്ല പിടിപാടുണ്ടായിരുന്നു. ശരി അജിത്, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയൂ. എന്തിനാണ് നവീൻ പ്രഭാകരന്റെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടിയത്? അത് അത് പിന്നെ കോടതി ഞങ്ങളെ വെറുതെ വിട്ട ശേഷം നീതിയുടെ അച്ഛനും അമ്മയും ഞങ്ങളെ കോടതി വളപ്പിനുള്ളിൽ തന്നെ കാണാനായി കാത്തുനിന്നു. ഞങ്ങളെ കണ്ടതും
നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്നും നിയതിയോട് ചെയ്തതെല്ലാം ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കുമെന്നും പറഞ്ഞ് ശാപവാക്കുകൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം കോടതി വെറുതെ വിട്ടതിന്റെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ആഘോഷത്തിലായിരുന്നു. സമയം രാത്രിയോടടുത്തു. അപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി വന്നത്. നവീൻ. ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവനപ്പോൾ ഞങ്ങളെ തേടി വന്നത്. കയ്യിലൊരു കത്തിയുമുണ്ടായിരുന്നു. അവൻ വന്നെത്തിയതും കത്തിയെടുത്ത് എന്റെ വയറിലേക്ക് ആഞ്ഞുകുത്തി. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഒന്ന് തടയാൻ പോലും ഞങ്ങൾക്കായില്ല. വേദനയാൽ ഞാൻ താഴെ വീണുപോയി. ജെറിയും അരുണും കൂടി എന്നെ ഉടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത്രയും കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്. ശരി, ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞു. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നിങ്ങളെ കാണാൻ വന്ന ശേഷം നവീൻ എങ്ങോട്ടാണ് പോയത്? ഇത്രയും വർഷങ്ങളോളം കുടുംബക്കാരെയും പോലും കാണാതെ എങ്ങോട്ടാണ് നവീൻ മാഞ്ഞു പോയത്? അറിയില്ല സാർ, എനിക്കതറിയില്ല. ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ അവരാരും വ്യക്തമായ ഒരു മറുപടിയും തന്നില്ല. നീതിയെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ്. എവിടെ വേണമെങ്കിലും ഞാനത് പറയാം. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം സാർ. അജിത് പറയുന്നതെല്ലാം ഒരു തെളിവിനായി നിരഞ്ജൻ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു വെച്ചിരുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. അത്രയും പറഞ്ഞുകൊണ്ട് അജിത് അവിടെ നിന്നിറങ്ങി കാറിനരികിലേക്ക് നടന്നു. അജിത്ത് പോയതും നിരഞ്ജൻ ഒന്നുകൂടി ആ വോയിസ് റെക്കോർഡർ പ്ലേ ചെയ്ത് കേട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ പ്രണവിനെയും ജെറിയെയും അജിത്തിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് നിരഞ്ജൻ ഉറങ്ങാനായി കിടന്നു. തുടരെയുള്ള ഫോൺ റിംഗ് കേട്ടാണ് അടുത്ത ദിവസം രാവിലെ നിരഞ്ജൻ ഉണർന്നത്. ജോണിന്റെ കോളായിരുന്നു അത്. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. വാട്ട്? അതെ സാർ, പറഞ്ഞത് ശരിയാണ്. കാർത്തിക്കിന്റെ മൃതദേഹം കണ്ടെടുത്ത അതേ പാലത്തിൽ കാറിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആളാരാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ല സാർ, ആളെ അറിഞ്ഞിട്ടില്ല. താൻ സംഭവസ്ഥലത്തെത്തിയോ? എത്തി സാർ. ഞാൻ മാത്രല്ല, നമ്മുടെ ടീം മുഴുവൻ ഇവിടെയുണ്ട് സാർ. ഫോറൻസിക് ടീമിനെ വിവരമറിയിച്ചു? യെസ് സാർ, അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ ശരി, ഞാൻ ഉടനെ അവിടെ എത്താം. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നിരഞ്ജൻ എഴുന്നേറ്റ് ടവലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. വേഗം തന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം യൂണിഫോം ധരിച്ച് സംഭവ സ്ഥലത്തേക്ക് പോകാനായി ഇറങ്ങി. എന്താ മോനെ, ഇത്രയും നേരത്തെ എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ? വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു അച്ഛാ. കാർത്തിക്കിന്റെ ബോഡി കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന്. പക്ഷേ ഇത്തവണ കൊല്ലപ്പെട്ടത് ആരെന്നറിഞ്ഞിട്ടില്ല. ഞാൻ പോയി വരാം അച്ഛാ. അത്രയും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും പോലീസ് വണ്ടി എത്തിയിരുന്നു. നിരഞ്ജനെയും വഹിച്ചുകൊണ്ട് ആ വാഹനം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. രാവിലെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് എന്ന കാര്യം അപ്പോഴേക്കും തിരക്കിനിടയിൽ നിരഞ്ജൻ മറന്നിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയതും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ നിരഞ്ജൻ അതിവേഗം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമൊക്കെയായി വൻ ജനാവലി തന്നെയുണ്ടായിരുന്നു അവിടെ അപ്പോൾ. സ്ഥലത്തെത്തിയ ഫോറൻസിക് ടീം അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് വിഷ്ണു ഒരു പേഴ്സുമായി നിരഞ്ജന്റെ അരികിലേക്ക് വന്നത്. സാർ, ഇത് കാറിൽ നിന്നും കിട്ടിയതാണ്. അതും പറഞ്ഞ് ആ പേഴ്സ് നിരഞ്ജന്റെ കയ്യിൽ കൊടുത്തു. ആ പേഴ്സ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് മരിച്ച വ്യക്തിയുടെ തന്നെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചതിൽ നിന്നും മരിച്ചത് SB ബാങ്ക് മാനേജർ ഷിബിൻ ചെറിയാന്റെ മകൻ നിഖിലാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് ബന്ധപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി. ഇത്തവണ ഫോൺ കണക്റ്റായി. ഇത് ഷിബിൻ സാറിന്റെ ഫോണല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സംസാരിക്കുന്നത്. നിങ്ങളാരാണ്? ഞാൻ SP നിരഞ്ജൻ കുമാർ. അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമായിരുന്നു. അദ്ദേഹം കുളിക്കുകയാണ്, വന്നിട്ട് വിളിക്കാൻ പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് മറുപുറം കോൾ കട്ടാക്കി. അത് കേട്ട് നിരഞ്ജന് ചെറിയ രീതിയിൽ അരിശം വരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് നിരഞ്ജന്റെ ഫോണിലേക്ക് ഷിബിൻ ചെറിയാന്റെ കോൾ വന്നു. അപ്പോഴേക്കും പ്രാഥമിക പരിശോധനകൾ കഴിഞ്ഞ് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിരുന്നു. നിരഞ്ജൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താണ്, കുറച്ചു നേരത്തെ വിളിച്ചു എന്ന് പറഞ്ഞിരുന്നു. എന്താ കാരണം? സർ, ഞാൻ പറയുന്നത് ഒരല്പം ആത്മധൈര്യത്തോടെ കേൾക്കണം. എന്താണെങ്കിലും പറഞ്ഞോളൂ സർ.
പാലത്തിന് സമീപത്ത് നിന്ന് ഒരു കാറിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കാർ പരിശോധിച്ചപ്പോഴാണ് മരിച്ചയാളുടെ ഐഡന്റിറ്റി കാർഡ് കണ്ടത്. സാർ എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വരെ ഒന്ന് വരണം. അതു കേട്ടതും അയാളുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. ഒരു തേങ്ങലോടെ അയാൾ അടുത്തുള്ള സോഫയിലേക്കിരുന്നു. അത് കണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങോട്ട് വന്നത്. എന്താ, എന്തു പറ്റി? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ഭാര്യയോട് പറഞ്ഞു. ഇത് കേട്ട് ഒരു നിലവിളിയോടെ അവർ ബോധരഹിതയായി താഴെ കൂർന്നു വീണു. ഉടൻ തന്നെ ഡൈനിങ് ടേബിളിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് അദ്ദേഹം അവരുടെ മുഖത്തേക്ക് തളിച്ചു. കണ്ണു തുറന്ന് അവർ വീണ്ടും കരയാൻ തുടങ്ങി. അവർ ജില്ലാ ആശുപത്രി വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകാനായി തിരിഞ്ഞതും അവർ അയാളുടെ കയ്യിൽ പിടിച്ചു. ഞാനും വരുന്നുണ്ട് കൂടെ. എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റില്ല. നിസ്സഹായതയോടെയുള്ള വാക്കുകൾ കേട്ട് വന്നോളൂ എന്ന അർത്ഥത്തിൽ അയാളൊന്ന് തലയാട്ടി. സമ്മതം കിട്ടിയതും അവരും അയാൾക്കൊപ്പം ചെന്ന് കാറിൽ കയറി. മോർച്ചറിയിലേക്ക് പോകുന്ന സമയം മുഴുവനും അവർ രണ്ടുപേരും കരയുകയായിരുന്നു. മൃതദേഹം അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയിരുന്നു. പിന്നെ കുറച്ചുനേരം കാത്തുനിൽക്കേണ്ടി വന്നു അവർക്ക്. മണിക്കൂറുകൾ കടന്നുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുന്നിക്കെട്ടിയ നിലയിൽ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. ആ മുഖം കണ്ടതും ഇരുവരും ആർത്തു കരയാൻ തുടങ്ങി. വിവരം കാട്ടുതീ പോലെ പരന്നു. ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വിവരമറിഞ്ഞ് അയൽവക്കക്കാരും ബന്ധുക്കളും വന്നിരുന്നു. ആ വീട്ടിൽ കൂട്ടക്കരച്ചിലുയർന്നു. കുറേ സമയം പൊതുദർശനത്തിന് വെച്ച ശേഷം സിമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നിരഞ്ജനും കൂട്ടരും തിരികെ സ്റ്റേഷനിലേക്ക് മടങ്ങി. അപ്പോഴവിടെ അവരെ കാത്ത് മറ്റൊരു കൂട്ടർ ഇരിപ്പുണ്ടായിരുന്നു. രാമൻ എന്നൊരാളും മറ്റു രണ്ടുപേരും. അജിത്തിന്റെ അച്ഛനാണ് രാമൻ. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോഴാണ് അജിത്ത് ഇന്നലെ രാത്രി പുറത്തു പോയതാണെന്നും ഇതുവരെയും തിരിച്ചെത്തിയില്ലെന്നും ഫോൺ ഓഫാണെന്നും അറിയുന്നതും. അപ്പോഴാണ് ഇന്നവരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും നിരഞ്ജൻ ഓർത്തത്. അജിത്തിനെ കാണാനില്ലെന്ന് കേട്ടതും ക്രോധത്താൽ നിരഞ്ജൻ ടേബിളിന് മുകളിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് എറിഞ്ഞുടച്ചു. ആദ്യമായിട്ടായിരുന്നു നിരഞ്ജനെ ഇത്രയും ദേഷ്യത്തിൽ മറ്റുള്ളവരും കാണുന്നത്. ഇനിയൊട്ടും സമയം വൈകിക്കൂടാ. വൈകിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാകുകയാണെന്ന് നിരഞ്ജന് ബോധ്യമായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. DGPയോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയ ശേഷം 10 വർഷം മുമ്പുള്ള നീതി കൊലക്കേസ് റീഓപ്പൺ ചെയ്യാൻ ഉള്ളതെല്ലാം ചെയ്തു. ശേഷം മജിസ്ട്രേറ്റിന്റെ ഉത്തരവും വാങ്ങി. 2 സംഘമായി ജെറിന്റെയും പ്രണവിന്റെയും വീടുകളിലേക്ക് പോയി. രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാർ 10 വർഷം മുമ്പുള്ള ഒരു കേസിൽ മക്കളെ അറസ്റ്റ് ചെയ്യുന്നത് എതിർത്തു. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ കുറച്ചു ബലം പിടിക്കേണ്ടി വന്നു. അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി. തെളിവുകളായി അജിത്തിന്റെ വീഡിയോയും പണ്ട് ആ കേസ് അന്വേഷിച്ച അച്ഛന്റെ പേഴ്സണൽ ഫയലിൽ നിന്നും കിട്ടിയ ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പിയും അന്ന് അദ്ദേഹം കണ്ടെത്തിയ കേസ് വിവരങ്ങളും ഉണ്ടായിരുന്നതിനാൽ തന്നെ കേസിൽ പ്രതികളെ റിമാൻഡിൽ കിട്ടുമെന്ന് നിരഞ്ജന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അവരെ ലോക്കപ്പിലിടുന്നത് ബുദ്ധിയില്ലെന്ന് തോന്നിയ നിരഞ്ജൻ അവരെ ഒരു രഹസ്യ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. കോടതിയിൽ നിന്നിറങ്ങിയ അവരെ ആ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുറേ ദൂരം പിന്നിട്ടതും പെട്ടെന്നാണ് പോലീസ് സ്കോർപിയോയ്ക്ക് മുന്നിലേക്ക് മറ്റൊരു സ്കോർപിയോ വന്ന് നിന്നത്. അതിൽ നിന്നും കുറേ ആളുകൾ ഇറങ്ങി വന്നു. പുറകിലും ഒരു സ്കോർപിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്നു. പോലീസ് വാഹനത്തിൽ നിന്നും നിരഞ്ജനും കൂട്ടരും പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആ ആളുകൾ അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. നിരഞ്ജൻ അരയിൽ നിന്നും തോക്കെടുക്കാൻ തുനിഞ്ഞതും പുറകിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങി നിരഞ്ജന് നേർക്ക് ചൂണ്ടി. മറ്റുള്ളവരോടും തോക്ക് വാങ്ങി വെച്ച ശേഷം അതിലൊരാൾ പോലീസ് വണ്ടി തുറന്ന് ജെറിയെയും പ്രണവിനെയും പുറത്തിറക്കി. അത് കണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു നിരഞ്ജനും കൂട്ടർക്കും. ജെറിയെയും പ്രണവിനെയും കൊണ്ട് ആ വണ്ടി ചെന്ന് നിന്നത് ജെറിയുടെ തന്നെ ഒരു ഫാം ഹൗസിലേക്കായിരുന്നു. അപ്പോഴാണ് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായത് തങ്ങളെ തട്ടിക്കൊണ്ടുവന്നതിന്റെ ഉത്തരവാദികൾ തങ്ങളുടെ അച്ഛന്മാരാണെന്ന്. അതോടെ അവർക്ക് സന്തോഷമായി. അന്നവിടെ ആ ഫാം ഹൗസിൽ ആഘോഷമായിരുന്നു. പോലീസിൽ നിന്നും മക്കളെ മോചിപ്പിച്ചു കൊണ്ടുവന്നതിന്റെ സന്തോഷം. ജെറിയെയും പ്രണവിനെയും തട്ടിക്കൊണ്ടുപോയത് അവരുടെ അച്ഛന്മാരാണെന്ന കാര്യത്തിൽ
നിരഞ്ജനും കൂട്ടർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് മാധ്യമങ്ങൾ നിരഞ്ജനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടി. ഒപ്പം കോടതിയുടെ വിമർശനവും. അവരെ രണ്ടുപേരെയും പിടിക്കാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ എവിടെ നിന്നും അവരെ കണ്ടുകിട്ടിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. അവരെ തിരഞ്ഞ് പോലീസ് നെട്ടോട്ടമോടുമ്പോൾ ആ ഫാം ഹൗസിൽ ജെറിയും പ്രണവും അടിച്ചു പൊളിക്കുകയായിരുന്നു. പതിവ് പോലെ അന്നും അവർ ഉറങ്ങാൻ കിടന്നു. കൂട്ടിനായി നിർത്തിയ ഗുണ്ടകൾ വീടിന് മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. മദ്യം കഴിച്ച് അവരാകെ ബോധരഹിതരായിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരു വണ്ടി വന്നു നിന്നത്. അതിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ അയാൾ പുറകുവശത്തേക്ക് നടന്നു നീങ്ങി. അതുവഴി വാതിൽ തകർത്ത് ജെറിയും പ്രണവും കിടന്ന റൂമിലെത്തി. 2 കട്ടിലുകളിലായിരുന്നു അവർ കിടന്നിരുന്നത്. അതയാൾക്ക് സൗകര്യമായി. കയ്യിൽ കരുതിയ ക്ലോറോഫോം ഒരു കർച്ചീഫിലാക്കി ജെറിയുടെ മുഖത്ത് വെച്ചമർത്തി. കുറച്ചു സമയം കൊണ്ടുതന്നെ ജെറിയുടെ ബോധം പോയി. പിന്നെ പ്രണവിനെയും ബോധരഹിതനാക്കി. എന്നിട്ട് ഓരോരുത്തരെയായി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. നേരം വെളുത്തപ്പോഴാണ് കാവൽ നിന്ന ഗുണ്ടകൾക്ക് ബോധം വീണത്. കുറേ നേരമായിട്ടും ജെറിയും പ്രണവും പുറത്തേക്ക് വരാത്തതിനാൽ സംശയം തോന്നി. അവർ കയ്യിലുള്ള ചാവിയെടുത്ത് വീട് തുറന്നു അകത്തേക്ക് കയറി. ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സംശയം തോന്നിയ അവർ എല്ലാ മുറികളിലും പോയി തിരക്കി. എന്നാൽ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പുറകുവശത്തേക്ക് പോയപ്പോഴാണ് അവിടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുറപ്പായതും ജെറിയുടെയും പ്രണവിന്റെയും അച്ഛന്മാരെ വിളിച്ച് വിവരം പറഞ്ഞു. വിവരമറിഞ്ഞ ഉടൻ അവർ വീട്ടിൽ നിന്നും വണ്ടി തിരിച്ചു. അവരെ നിരീക്ഷിച്ചിരുന്ന പോലീസുകാരും അവർക്ക് പിന്നാലെ വണ്ടിയിൽ യാത്ര തുടങ്ങി. ഇതറിയാതെയാണ് അവർ ആ ഫാം ഹൗസിലേക്ക് തിരിച്ചത്. അവരവിടെ എത്തി കാവൽ നിന്നവരെയൊക്കെ വഴക്കു പറയാൻ തുടങ്ങി. മതി ജോൺസെ ഇവരെ കുറ്റം പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ മക്കളെ കൊണ്ടുപോയത് പോലീസാണെങ്കിലോ? അവരാകെ വിറളി പിടിച്ച് നടക്കുകയല്ലേ. അതു ശരിയാണെന്ന് തോന്നിയതും പ്രകാശൻ പല്ല് ഞെരിച്ചു. എങ്കിലിന്നവർ വിവരമറിയും. അത്രയും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഫോണെടുത്ത് ആരെയോ വിളിക്കാനായി ഒരുങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് 2 വണ്ടി വരുന്ന ശബ്ദം കേട്ടത്. ആ 2 വണ്ടിയിൽ നിന്നും നിരഞ്ജന കൂട്ടരും പുറത്തേക്കിറങ്ങി. എത്ര കാലം നിങ്ങൾ ഞങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളെ ഒളിപ്പിക്കും? വിളിക്കവന്മാരെ. ഇനിയുള്ള വിശ്രമം അങ്ങ് ജയിലിലാകാം. അത്രയും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ മുന്നോട്ട് വന്നു. അയാൾക്ക് പുറകിൽ മറ്റുള്ളവരും. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രകാശന്റെ മറുപടി വന്നത്. നീയൊക്കെ ഇന്നലെ രാത്രി ഞങ്ങളുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോഴൊന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണോ? അതും പറഞ്ഞയാൾ അരയിൽ നിന്നും തോക്കെടുത്ത് നിരഞ്ജനു നേർക്ക് കുതിക്കാനൊരുങ്ങിയതും ജോൺസൺ അയാളെ തടഞ്ഞു. നിൽക്ക് പ്രകാശ. ഇപ്പോൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അത് കേട്ടതും അയാളൊന്ന് അയഞ്ഞു. അപ്പോഴാണ് ജെറിയെയും പ്രണവിനെയും കാണാതായി എന്ന സത്യം നിരഞ്ജൻ അറിയുന്നത്. അപ്പോ നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ അവൻ സ്കോർ ചെയ്തു അല്ലേ? ക്രോധത്തോടെ നിരഞ്ജൻ വണ്ടിയുടെ ബോണറ്റിലിടിച്ചു. അപ്പോഴാണ് അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് എല്ലാവരും ചിന്തിച്ചത്. ഇനിയും നമ്മൾ ഇവിടെ നിന്നുകൂടാ. ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇപ്പോൾ തന്നെ സെർച്ച് തുടരാം. എവിടെ പോയി അന്വേഷിക്കും സാർ നമ്മളവരെ? അറിയില്ല മനോജ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും തിരിക്കാം. ഇതിനു മുമ്പ് നടന്ന 3 കൊലയ്ക്ക് ശേഷം നമ്മുടെ ഏരിയയിലാണ് ബോഡി കൊണ്ടിട്ടത്. അങ്ങനെയാണെങ്കിൽ അവന്റെ ഹൈഡ് ഔട്ട് അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് ജെറിയും പ്രണവും കണ്ണു തുറന്നു. തങ്ങൾ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ചുറ്റും ഉജ്ജ്വലമായ പ്രകാശമായിരുന്നു. കണ്ണു തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അവർ ചുറ്റും നോക്കി. അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ തങ്ങളുടെ ഫാം ഹൗസിലായിരുന്നുവെന്ന് അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ഉറങ്ങാനായി മുറിയിലേക്ക് പോയതുവരെ ഓർമ്മയുണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ തങ്ങൾ സ്വന്തം വീട്ടിലായിരുന്നു. എന്നാലിപ്പോൾ ചുറ്റും നോക്കിയപ്പോഴാണ് അവരത് കണ്ടത്. ഒരു കസേരയിൽ ബന്ധിച്ചിരിക്കുന്ന നിലയിൽ അജിത്ത് ഇരിക്കുന്നു. അവന്റെ ശരീരത്തിലാകെ മുറിവുകളായിരുന്നു. കണ്ണു രണ്ടും കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നു. അജിത്ത് അബോധാവസ്ഥയിലായിരുന്നു. ജെറിയും പ്രണവും അവന്റെ അരികിലേക്ക് ചെല്ലാനായി എഴുന്നേറ്റു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ ബന്ധനത്തിലാണെന്ന്. അവരുടെ കാലുകൾ ഒരു ഇരുമ്പു ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. മറ്റൊരിടത്ത് പോലീസുകാർക്ക് പുറകിൽ മറ്റൊരു വണ്ടിയിൽ പ്രകാശനും ജോൺസനും
അവരെ പിന്തുടർന്നു പോയി. അപ്പോഴൊക്കെയും മക്കൾക്കൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. താങ്കളുടെ ഗുണ്ടകളെ വെച്ച് സ്വന്തം രീതിയിൽ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി 2 സംഘങ്ങളായി അവരെ തിരിച്ചു. ഒരു സംഘം പോലീസിനെ നിരീക്ഷിക്കുന്നതിനും മറ്റൊരു സംഘം മക്കളെ അന്വേഷിക്കാനും. പോലീസിന്റെ കയ്യിൽ മക്കളെ കിട്ടരുത്, കിട്ടിയാലും അവരിൽ നിന്നും മക്കളെ മോചിപ്പിച്ച് കൊണ്ടുവരാനായിരുന്നു ആദ്യത്തെ സംഘത്തെ അവർ പോലീസിനെ നിരീക്ഷിക്കാനായി അയച്ചത്. നിരഞ്ജനും കൂട്ടരും തിരികെ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ എത്തി. അടഞ്ഞുകിടക്കുന്ന ഗോഡൌൺ, ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ, ഇവയിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അവന്റെ സങ്കേതം. നമ്മൾ 2 പേരുള്ള 3 ഗ്രൂപ്പായി പിരിഞ്ഞ് അന്വേഷണം തുടങ്ങണം. അവനെ കണ്ടെത്താൻ വൈകുന്ന ഓരോ നിമിഷവും അവരുടെ ജീവൻ അപകടത്തിലാണ്. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ 3 ഗ്രൂപ്പായി പിരിഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി. കുറെ അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെ നടക്കുമ്പോഴാണ് ചുറ്റും കാടുപിടിച്ചു കിടക്കുന്ന ഒരു കെട്ടിടം കണ്ടത്. വിഷ്ണുവും ഇക്ബാലും അങ്ങോട്ടേക്ക് നടന്നു. അടുത്തെത്തിയപ്പോഴാണ് അതൊരു വീടാണെന്ന് മനസ്സിലായത്. അവിടെ ചെന്ന അവർ കോളിംഗ് ബെല്ലടിച്ചു. ഉറക്കച്ചടവോടെ ഒരു ചെറുപ്പക്കാരൻ വന്നു വാതിൽ തുറന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന പോലെയായിരുന്നു ആ ചെറുപ്പക്കാരൻ. "ഇത് നിങ്ങളുടെ വീടാണോ? ഇവിടെ ആരൊക്കെയാണ് താമസം?" ഇക്ബാലിൻ്റേതായിരുന്നു ചോദ്യം. "അതെ, ഇത് ഞാൻ വാടകയ്ക്കെടുത്ത വീടാണ്. എന്റെ ജോലി ഗൾഫിലാണ്. നാട്ടിൽ വന്നപ്പോൾ താമസിക്കാനായി എടുത്ത വീടാണിത്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമാണ് താമസം. നിങ്ങൾ ആരാണ്?" "സോറി സർ, ഞങ്ങൾ പോലീസിൽ നിന്നാണ്. സാറിനറിയാലോ, ഒരു സൈക്കോ അടുത്തടുത്തായി 3 കൊലപാതകങ്ങൾ നടത്തിയത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്." "ആ, ഓക്കെ. ഞാനും വാർത്തയിൽ കണ്ടിരുന്നു. എന്തൊരു മനുഷ്യനാണ് ആ കൊലപാതകി. സ്വയബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്നതാണോ അയാൾ ചെയ്യുന്നത്?" "അതെ, ആ സൈക്കോ ഞങ്ങൾക്കൊരു തലവേദനയാണ്. ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലൊരു കേസ് ഉണ്ടായിട്ടില്ല." "അപ്പോ ശരി, ഞങ്ങൾ പോകുന്നു. ഇനിയും കുറേ ഇടങ്ങളുണ്ട് അന്വേഷിക്കാൻ." "എങ്കിൽ ശരി സാർ, നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ." വിഷ്ണുവും ഇക്ബാലും തിരിഞ്ഞു നടന്നു. അവർ പോകുന്നത് നോക്കി ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നു. അവർ കുറച്ചു ദൂരം പിന്നിട്ടതും അയാൾ അവരെ നോക്കി ക്രൂരമായൊന്ന് ചിരിച്ചു. അവന്റെ കണ്ണുകൾ രക്തനിറമായി. താൻ അനുഭവിച്ച വേദനയും വിഷമങ്ങളും അവന്റെ ഉള്ളിൽ കൊടുങ്കാറ്റുപോലെ അലയടിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് തങ്ങളെ ആരോ പിന്തുടരുന്നുണ്ടെന്ന തോന്നൽ വിഷ്ണുവിനും ഇക്ബാലിനും തോന്നിത്തുടങ്ങിയത്. അവർ പെട്ടെന്ന് ജാഗരൂകരായി. ഓരോ അടി മുന്നോട്ടു പോകുന്തോറും അവരുടേത് തോന്നലല്ലെന്ന് അവർ ഉറപ്പിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിൽ ആരെയും കണ്ടില്ല. ഒരു നിമിഷം ചിന്തിച്ചു നിന്നവർ വീണ്ടും നടക്കാൻ തുടങ്ങി. അതുകണ്ട് ആ ഗുണ്ടകളും അവരെ പിന്തുടർന്നു. അതോടെ മറ്റുള്ളവരെ വിളിച്ചു തങ്ങളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തങ്ങളും ആരുടെയോ നിരീക്ഷണത്തിലാണെന്ന് കേട്ടതും അവരൊന്ന് ഞെട്ടി. ഇതേ സമയം ആ വീട്ടിൽ അയാളുടെ ഉള്ളിൽ ഒരു അപായ സൂചന മിന്നി. ഇതുവരെയും പോലീസൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അവർ തന്റെ അടുത്ത് തന്നെയുണ്ടെന്ന ചിന്ത അവനിൽ ശക്തമായി. എത്രയും പെട്ടെന്ന് തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവൻ മനസ്സിലുറപ്പിച്ചു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ താൻ തോറ്റുപോകുമെന്ന് അവന് തോന്നി. ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന സോഫ നീക്കിയ ശേഷം അവിടുത്തെ കാർപ്പറ്റ് മാറ്റി. അപ്പോഴവിടെ ഒരു വാതിൽ തെളിഞ്ഞു കണ്ടു. അത് തുറന്ന് താഴേക്കുള്ള പടവുകൾ ഇറങ്ങി നടന്നു. അപ്പോഴയാൾ എത്തിച്ചേർന്നത് വലിയൊരു ഹാൾ പോലെയുള്ള ഇടത്തായിരുന്നു. അവിടമാകെ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഇതേ സമയം ആരോ ഒരാൾ ഗോവണി ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് ഭയന്നിരിക്കുകയായിരുന്നു ജെറിയും പ്രണവും. അജിത്തിന്റെ അവസ്ഥ അവരെ ഭയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു. അപ്പോഴാണ് അയാൾ ആ കവറുകൾ തുറന്ന് അകത്തേക്ക് കടന്നത്. അയാളെ കണ്ടതും അവർ രണ്ടുപേരും ഭയന്നു വിറച്ചു. കണ്ണുകൾ പുറത്തേക്ക് തള്ളിവന്നു. അവർ ഒരേ സമയം അയാളുടെ പേരുച്ചരിച്ചു. "അഡ്വക്കേറ്റ് ആദിശങ്കർ." "അതേടോ, ഞാൻ തന്നെ." അയാൾ അലറുകയായിരുന്നു. "നീ നീയാണോ പോലീസ് അന്വേഷിക്കുന്ന ആ കൊലയാളി?" "അതെ, അത് ഞാൻ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ചേർന്ന് എൻ്റെ കുടുംബം, എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം എല്ലാം ഇല്ലാതാക്കിയില്ലേ? ഇനിയും നിങ്ങളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല." അത്രയും പറഞ്ഞുകൊണ്ട് അടുത്തുകിടന്ന ഒരു കസേരയെടുത്ത് പ്രണവിന്റെ തലയ്ക്കടിച്ചു. അടിയുടെ ശക്തിയിൽ ബോധരഹിതനായി പ്രണവ് താഴേക്ക് വീണു. തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകിത്തുടങ്ങി. "പ്ലീസ്,
ഞങ്ങളോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാണ് അന്നത്തെയെല്ലാം. ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും പകരമായി തരാം. ഞങ്ങളെ കൊല്ലരുത്. പ്രണവിന്റെ അവസ്ഥ കണ്ട് ഭയന്നു വിറച്ച ജെറി ആദിയോടായി കെഞ്ചി. ഞാൻ ഞാൻ എന്ത് ചോദിച്ചാലും നീയൊക്കെ തരുമോ? തരാം. എന്തു വേണമെങ്കിലും തരാം. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. എങ്കിൽ താ. നീയൊക്കെ കാരണമില്ലാതായ എന്റെ കുടുംബത്തെ, എന്റെ സന്തോഷത്തെ, എന്റെ ജീവിതത്തെ ഇതൊക്കെ എനിക്ക് തിരിച്ചു താ. അത് അത് പിന്നെ പണം, വീട്, കാർ അങ്ങനെ എന്തെങ്കിലും ചോദിക്ക്, ഞാൻ തരാം. അല്ലാതെ ജെറി ആദിക്ക് മുന്നിൽ ഉത്തരമേതുമില്ലാതെ തലകുനിച്ചു. പറ്റില്ലല്ലേ? എനിക്ക് ആവശ്യമുള്ളതെല്ലാം തിരികെ തരാൻ നിനക്ക് പറ്റില്ലല്ലേ? ആദിയുടെ കണ്ണുകളിൽ അഗ്നി സ്ഫരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന കസേരയെടുത്ത് ജെറിയുടെയും തലയ്ക്കടിച്ചു. നിമിഷനേരം കൊണ്ടുതന്നെ അവനും ബോധരഹിതനായി താഴെ വീണു. രണ്ടുപേരെയും പിടിച്ച് ഓരോ കസേരയിൽ ഇരുത്തിയ ശേഷം അവരെ വിവസ്ത്രരാക്കി ബന്ധിച്ചു. കുറേ നേരം കഴിഞ്ഞ് അവർക്ക് ബോധം വരുമ്പോഴാണ് തങ്ങൾ ബന്ധിതരാണെന്ന സത്യം അവർ മനസ്സിലാക്കിയത്. തലയ്ക്കടിയേറ്റ ഭാഗത്തു നിന്നും ഒഴുകിയിറങ്ങിയ കൊഴുത്ത രക്തം മുഖമാകെ പടർന്നിരുന്നു. അതേസമയം അപ്പുറത്ത് കുറച്ചു ദൂരം നടന്നതും ഇക്ബാലും വിഷ്ണുവും പെട്ടെന്ന് നിന്നു. അരയിൽ നിന്നും തോക്കെടുത്ത ശേഷം തിരിഞ്ഞു നിന്ന് അവർ ഉന്നം പിടിച്ചു. അവിടെ ആരെയും കണ്ടില്ല. അത് പ്രതീക്ഷിച്ചതായതിനാൽ അവർക്ക് രണ്ടുപേർക്കും വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. സൂക്ഷ്മതയോടെ ചുറ്റിനും ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ ഓരോ അടി മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് തന്നെ നാലു ഭാഗത്തു നിന്നും ഗുണ്ടകൾ ചിതറിയോടി. അവർക്ക് പിറകെ ഓടിയ വിഷ്ണുവും ഇക്ബാലും പലകുറി അവർക്ക് നേരെ വെടിയുതിർത്തു. മുട്ടിനു താഴെ വെടികൊണ്ട അതിലൊരാൾ താഴെ വീണതും അവർ രണ്ടുപേരും ചെന്ന് അയാളെ തൂക്കിയെടുത്തു. അയ്യോ സാറുമാരെ, എന്നോട് ക്ഷമിക്കണേ, എന്നെ കൊല്ലല്ലേ. ജോൺസൺ സാറും പ്രകാശൻ സാറും നിങ്ങളെ നിരീക്ഷിക്കാൻ പറഞ്ഞ് വിട്ടതാണ് ഞങ്ങളെ. അല്ലാതെ യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. അയാൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നിയതും അവരയാളെ അവിടെ തന്നെ വിട്ട് തിരിഞ്ഞു നടന്നു. വേണമെങ്കിൽ ഒറ്റയ്ക്കെഴുന്നേറ്റ് പോയി രക്ഷപ്പെട്ടോടാ. ചുറ്റുപാടും അന്വേഷിച്ചെങ്കിലും അവർക്കാർക്കും അങ്ങനെ ഒരു ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കാനായില്ല. തീർത്തും നിരാശരായി അവർ ഓഫീസിലേക്ക് തിരിച്ചു. അന്ന് അജിത്തിനെ കാണാതായി 6 ദിവസമായിരുന്നു. അന്ന് രാത്രി എന്തായാലും ആ സൈക്കോ അജിത്തിന്റെ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടിടുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് അവർ ഓരോരുത്തരും CCTV ഇല്ലാത്ത പലയിടങ്ങളിലായി റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. നവീന്റെ മുഖമുള്ള മാസ്ക് എടുത്ത് തന്റെ മുഖത്തൊട്ടിച്ച ശേഷം അജിത്തിന്റെ മൃതദേഹം എടുത്ത് ഗോണിപ്പടികൾ കയറാൻ തുടങ്ങി. അതുകണ്ട് ജെറിയും പ്രണവും പേടിച്ചു കരയാൻ തുടങ്ങി. ഗോവണി കയറി മുകളിൽ വന്ന ശേഷം താനന്ന് വൈകുന്നേരം കടത്തിക്കൊണ്ടുവന്ന വണ്ടിയിൽ മൃതദേഹം കിടത്തി അയാൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. വണ്ടി ഓൺ ചെയ്ത് ഓടിച്ച് ഊടുവഴികൾ താണ്ടിക്കൊണ്ടിരുന്നു. എവിടെയാണ് ബോഡി നിക്ഷേപിക്കേണ്ടതെന്ന് ആദിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അവിടെ പോലീസുകാരെ കണ്ടത്. ഉടൻ വണ്ടി തിരിച്ച് മറ്റൊരിടത്തെത്തി. അവിടെയും പോലീസിനെ കണ്ടതിനാൽ പാലത്തിൽ തന്നെ വണ്ടി കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ പോലീസുകാരെയൊന്നും കണ്ടില്ല. അതോടെ ആദിക്ക് ആശ്വാസമായി. വണ്ടി നിർത്തി പിൻസീറ്റിൽ നിന്നും മൃതദേഹമെടുത്ത് ഡ്രൈവർ സീറ്റിലേക്ക് വച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ആരോ വരുന്നത് കണ്ടത്. ഉടൻ തന്നെ വണ്ടിയുടെ ഡോർ അടച്ച ശേഷം മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുന്നിൽ നിന്നും പോലീസുകാർ തന്റെ നേർക്ക് വരുന്നത് കണ്ടത്. ഇരുവശത്തു നിന്നും പോലീസ് തന്നെ വളഞ്ഞിരിക്കുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്ന് ആദിക്കുറപ്പായിരുന്നു. താനിപ്പോൾ പാലത്തിലാണ് നിൽക്കുന്നത്. രക്ഷപ്പെടണമെങ്കിൽ പുഴയിലേക്ക് ചാടിയേ മതിയാകൂ എന്ന് മനസ്സിലാക്കിയ ആദി പിന്നൊരു നിമിഷം പോലും ചിന്തിക്കാതെ പാലത്തിന്റെ കൈവരിയിലേക്ക് കയറി. അയാൾ പുഴയിലേക്ക് ചാടാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായതും അരയിൽ നിന്നും നിരഞ്ജൻ തോക്കെടുത്തു. ആദി കൈവരിയിൽ നിന്ന് ചാടിയതും നിരഞ്ജൻ വെടിവെച്ചതും ഒരേ നിമിഷമായിരുന്നു. ആദിയുടെ കാൽവണ്ണയിൽ വെടിയുണ്ട തുളഞ്ഞു കയറി. വേദന കൊണ്ടവൻ പുളഞ്ഞു. അടുത്ത നിമിഷം തന്നെ വെള്ളത്തിലേക്ക് ആദി വീണു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവിടേക്കെത്തിയ നിരഞ്ജന കൂട്ടരും വെള്ളത്തിലേക്ക് പലതവണ വെടിയുതിർത്തു. എങ്കിലും ആദി അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പുഴയിലെ വെള്ളത്തിലേക്ക് വീണ ആദി ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയി. അപ്പോഴവന്റെ അബോധ മനസ്സിൽ പല ചിത്രങ്ങളും തെളിഞ്ഞു വന്നു. അച്ഛൻ അനന്തനും അമ്മ യമുനയും അനിയത്തി അതിഥിയും ചേർന്നതായിരുന്നു ആദിയുടെ കുടുംബം.
എന്നും സന്തോഷം മാത്രം നിലനിന്നിരുന്ന ഒരു കുടുംബം. അച്ഛൻ പേര് കേട്ടൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അച്ഛനെ കണ്ട് വളർന്ന മകനും അച്ഛനെ പോലെയാകാൻ ആഗ്രഹം തോന്നിയത് സ്വാഭാവികം മാത്രം. എന്നാൽ അതിഥിക്കിഷ്ടം ഒരു ഡോക്ടറാകാനായിരുന്നു. ആദിയുടെ പഠനം കഴിഞ്ഞ് അച്ഛന്റെ കീഴിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങി. അതിഥി MBBSനും ചേർന്ന് പഠിക്കാൻ തുടങ്ങി. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിന്റെ സന്തോഷം കണ്ട് ദൈവത്തിന് പോലും അസൂയ തോന്നിയോ എന്തോ. ആ ഇടയ്ക്കാണ് നിയതി എന്ന ഒരു പെൺകുട്ടിയെ കോളേജിൽ വെച്ച് കുറച്ചുപേർ ചേർന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. നിയതിയുടെ അച്ഛനും അമ്മയും നവീനൊപ്പം ഒരു ആശ്രയത്തിനായി വന്നു നിന്നത് ആദിയുടെ അച്ഛനായ അനന്തന് മുന്നിലാണ്. എന്നും സത്യത്തിന്റെയും നീതിയുടെയും നന്മയുടെയും പാതയിൽ സഞ്ചരിച്ചിരുന്ന അനന്തന് ആ കേസ് വാദിക്കാമെന്ന് വാക്കുകൊടുക്കാൻ യാതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നിരഞ്ജന്റെ അച്ഛൻ മുരളിയായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സത്യസന്ധതയോടെ കേസ് അന്വേഷിച്ച ആ ഉദ്യോഗസ്ഥന് മുന്നിൽ വെളിപ്പെട്ടത് മറ്റു പലതുമുണ്ടായിരുന്നു. മദ്യം മാത്രമല്ല, മയക്കുമരുന്നിനും അടിമകളായിരുന്നു പ്രതികളെന്ന് സംശയിക്കപ്പെട്ടവർ. ഇതിനു മുൻപും പല പെൺകുട്ടികളോടും അവർ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും എല്ലാം ആ 5 പേരിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ധൈര്യത്തോടെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു വക്കീലും. അവർ ഒന്നിച്ചു നിന്നാൽ അവരെ എതിർക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജയശീലന് ഉറപ്പായിരുന്നു. തന്റെ മകനും കൂടി ഉൾപ്പെട്ട കേസായതിനാൽ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്ന് ജയശീലനും പ്രതികൾക്ക് ഉറപ്പായും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് അനന്തനും തീരുമാനിച്ചു. അതിനായി പലതവണ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ജയശീലൻ അനന്തനോട് അപേക്ഷിച്ചു. എന്നാൽ നിയതിയുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരും ആ പെൺകുട്ടി ആ രാത്രിയിൽ അനുഭവിച്ച വേദനയും കാണാതിരിക്കാൻ അനന്തന് കഴിയുമായിരുന്നില്ല. കേസ് കോടതിയിലെത്തുമെന്ന് ഉറപ്പായതും രാഷ്ട്രീയത്തിൽ വൻ പിടിപാടുള്ള കൃഷ്ണനിലൂടെ മുരളിയെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തി പകരം പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും അവർക്കായി. എന്നാൽ അപ്പോഴേക്കും അങ്ങനെയൊരു നീക്കം മുന്നിൽ കണ്ട ഇൻസ്പെക്ടർ മുരളി താൻ ശേഖരിച്ച വിവരങ്ങൾ അപ്പോൾ തന്നെ അനന്തനെ ഏൽപ്പിച്ചിരുന്നു. തെളിവുകൾ കയ്യിലുള്ളതുകൊണ്ട് തന്നെ അനന്തൻ കേസിൽ നിന്നും പിന്മാറില്ലെന്ന് ജയശീലനും കൂട്ടർക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടകളെയും കൂട്ടി അവർ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അരുണും ജെറിയും കാർത്തിക്കും നിഖിലും അജിത്തും പ്രണവും അന്നാ കൂട്ടത്തിലുണ്ടായിരുന്നു. ആദ്യം അപേക്ഷയായിരുന്നുവെങ്കിൽ പിന്നെ അത് ഭീഷണിക്ക് വഴിമാറി. അന്നാ വീട്ടിൽ ഉണ്ടായിരുന്നത് അനന്തനും യമുനയും അതിഥിയും മാത്രമായിരുന്നു. കൂട്ടുകാർക്കൊപ്പം രാത്രിയിൽ പുറത്തുപോയതുകൊണ്ട് ആദി മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അനന്തനെ ആ ഗുണ്ടകളിൽ ഒരാൾ തലക്കിട്ട് ഒരു അടി കൊടുത്തു. അടിയുടെ ശക്തിയിൽ പുറകിലേക്ക് വേച്ചുപോയ അയാളെ മറ്റുള്ളവർ ചേർന്ന് ഒരു കസേരയിൽ ബലമായി പിടിച്ചിരുത്തി ബന്ധിച്ചു. അപ്പോഴയാളുടെ നെറ്റിയിൽ നിന്നും കൊഴുത്ത ചോര ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. ഭാര്യയെയും മകളെയും പിടിച്ചു അവരുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അദ്ദേഹത്തോട് കേസിൽ നിന്നും പിന്മാറാൻ പറഞ്ഞു. പക്ഷേ അയാളത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പോഴാണ് നിഖിൽ യമുനയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമരിൽ കൊണ്ടുപോയി തലക്കിടിച്ചത്. അയ്യോ, അമ്മയൊന്നും ചെയ്യല്ലേ! അതിഥി കരയുകയായിരുന്നു. അവളുടെ കഴുത്തിലും കത്തിവെച്ചിരുന്നതിനാൽ അവൾക്ക് അവിടെ നിന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അതൊന്നും ചെവിക്കൊള്ളാതെ നിഖിൽ ഒരിക്കൽ കൂടി യമുനയെ ചുമരിലിടിപ്പിച്ചു. അവർ ബോധരഹിതയായി താഴെ കൂർന്നു വീണു. ചുടുരക്തം ചീറ്റിത്തെറിച്ചു. എന്നിട്ടും അനന്തൻ കേസിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ഇപ്പോൾ നിന്റെ ഭാര്യ ബോധം കെട്ടതേയുള്ളൂ. ഇനിയും നീ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മറ്റു പലതും നീ കാണേണ്ടി വരും. ജോൺസൺ ആക്രോശിക്കുകയായിരുന്നു. ഇല്ല ജോൺസ, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറില്ല. നിങ്ങളുടെയൊക്കെ മക്കൾ കാരണം നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിക്ക് അവളുടെ പ്രാണനാണ്. അവളുടെ മാതാപിതാക്കൾക്ക് അവരുടെ പ്രതീക്ഷകളാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ നീതി വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. അത് കേട്ടതും പ്രകാശ് അതിഥിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. താഴേക്ക് വീണുപോയ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു എണീപ്പിച്ച് ഒരു ഗുണ്ടയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. അവളെ കയ്യിൽ കിട്ടിയതും കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവളുടെ വയറിൽ കുത്തി. വലിച്ചൂരിയ കത്തി വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ ശരീരത്തിൽ പാഞ്ഞുകയറി. അപ്പോഴാണ് ആദിയും അവന്റെ സുഹൃത്തായ രാജേഷും അവിടേക്ക് വന്നത്. മുറ്റത്ത് കിടക്കുന്ന വണ്ടികളും അകത്തുനിന്നുള്ള കരച്ചിലും നിലവിളിയും കേട്ടതോടെ എന്തോ സംഭവിക്കുകയാണെന്ന് മനസ്സിലായി. രാജേഷും ആദിയും ശബ്ദമുണ്ടാക്കാതെ ഇടതുവശത്തെ പാതി തുറന്നു കിടക്കുന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കി. അകത്തേക്ക് നോക്കിയ ഇരുവരും ഞെട്ടിപ്പോയി.
നെറ്റിയിലൂടെ രക്തമൊഴുകി കിടക്കുന്ന അമ്മ, രക്തത്തിൽ കുളിച്ച് ജീവനു വേണ്ടി പിടയുന്ന അനിയത്തി, ഒരു കസേരയിൽ നിസ്സഹായനായി കണ്ണീരോടെ ഇരിക്കുന്ന അച്ഛൻ. ആദി ഉറക്കെ നിലവിളിക്കുമെന്ന് തോന്നിയതും രാജേഷ് അവന്റെ വായ പൊത്തിപ്പിടിച്ചു. പിന്നെ അവിടെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അത്രയും ഭയാനകമായിരുന്നു അകത്തെ കാഴ്ചകൾ. അവരുടെ മുന്നിൽപ്പെട്ടാൽ ആദിയുടെയും തന്റെയും ജീവന് ആപത്താണെന്ന് മനസ്സിലാക്കിയതും ഭയത്തോടെ രാജേഷ് എങ്ങനെയൊക്കെയോ ആദിയും പിടിച്ചു വലിച്ചുകൊണ്ട് കാറിലേക്ക് ചെന്നുകയറി. എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവിടെ നിന്നും അവർ നേരെ പോയത് രാജേഷിന്റെ വീട്ടിലേക്കായിരുന്നു. രാജേഷ് ആദിയെ വണ്ടിയിൽ നിന്നും പിടിച്ചു വലിച്ചിറക്കി വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അച്ഛനോടും അമ്മയോടും ഏട്ടനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടിത്തിരിച്ചു നിന്നുപോയി എല്ലാവരും. ആ രാത്രിയിൽ അവരെല്ലാവരും ഭയത്തോടെയായിരുന്നു ഇരുന്നത്. പിന്നെ ആരും ഭക്ഷണം പോലും കഴിച്ചില്ല. രാജേഷ് ആദിയെയും കൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. മുറി അകത്തുനിന്നും പൂട്ടിയ ശേഷം ചാവി ഭദ്രമായി അരയിൽ വെച്ചു. ശേഷം ബാത്റൂമിൽ ചെന്ന് അവിടുത്തെ വാതിലിൽ നിന്നും കുറ്റി ഇളക്കി വെച്ചു. ആദി കട്ടിലിൽ വെറുതെ കിടന്നു. താനുറങ്ങിയാൽ ആദി എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ എന്നോർത്ത് നേരം വെളുക്കുവോളം രാജേഷ് ആദിക്ക് കൂട്ടിയിരുന്നു. അടുത്ത ദിവസം നേരം പുലർന്നിട്ടും ആദി അതേ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോഴേക്കും അവന്റെ ഉള്ളിൽ തന്റെ വീട്ടിൽ ഇന്നലെ കണ്ട ആളുകളും സംഭവവുമായിരുന്നു. കണ്ണിൽ നിന്നും കണ്ണീർ നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്തുതന്നെ അവന് കാവലെന്നോണം രാജേഷും ഇരിപ്പുണ്ടായിരുന്നു. രാജേഷിന്റെ അച്ഛൻ TV ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു. അപ്പോഴാണ് അഡ്വക്കേറ്റ് അനന്തനും കുടുംബവും വീടിന് തീപിടിച്ച് മരിച്ച വിവരം ബ്രേക്കിംഗ് ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അടുത്ത നിമിഷം തന്നെ വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നുപോകുന്ന അവൻ അബോധാവസ്ഥയിൽ നിന്നും പുറത്തു കടന്നു. താനിപ്പോൾ പുഴയുടെ ആഴങ്ങളിലാണെന്ന് മനസ്സിലായതും അവൻ മുകളിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാലിൽ വെടികൊണ്ടതുകൊണ്ട് നീന്താൻ അവന് പ്രയാസമായിരുന്നുവെങ്കിലും തെറ്റു ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാൻ താൻ വേണമെന്ന ചിന്തയിൽ അവൻ കഷ്ടപ്പെട്ട് മുകളിലേക്ക് നീന്തി പുഴക്കരയിൽ കയറി. കരയിൽ കയറിയതും മുഖത്തുണ്ടായിരുന്ന നവീന്റെ മാസ്ക് മുഖത്തു നിന്നും മാറ്റി പുഴയുടെ ആഴങ്ങളിലേക്ക് എറിയപ്പെട്ടു. വെടിയുണ്ട കാലിൽ തന്നെ ഇരിക്കുന്ന കാരണം നടക്കാൻ നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴും കാലിലെ രക്തപ്രവാഹം നിലച്ചിട്ടില്ലായിരുന്നു. എങ്കിലും ആ വേദനയെല്ലാം കടിച്ചുപിടിച്ച് അവൻ ആ വീട്ടിലേക്ക് തിരികെ എത്തി. വീട്ടിലെത്തിയ ആദി ഉടൻ എങ്ങനെയൊക്കെയോ വസ്ത്രം മാറ്റി വേറെ ധരിച്ച ശേഷം കാലിൽ നിന്നും വെടിയുണ്ട പുറത്തെടുക്കാൻ ശ്രമിച്ചു. വേദന സഹിക്കാനാവാതെ കണ്ണിൽ നിന്നും വെള്ളം കവിളിലൂടെ ഒഴുകിയിറങ്ങി. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതവൻ പുറത്തെടുക്കുക തന്നെ ചെയ്തു. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയ ശേഷം അവൻ ഉറങ്ങാനായി കിടന്നു. അപ്പോഴേക്കും സമയം പുലർച്ചെ 5:30 ഒരുപാട് രക്തം നഷ്ടമായതിനാലും തളർച്ചയിലും അവൻ ഒരുപാട് സമയം ഉറങ്ങിപ്പോയി. എപ്പോഴോ കണ്ണു തുറന്നപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് വിശപ്പ് കലശലായി ഉണ്ടായിരുന്നു. വേഗം അവിടെയുള്ള ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്നിട്ട് TV ഓൺ ചെയ്ത് വാർത്താ ചാനലുകൾ മാറി മാറി നോക്കി. അപ്പോഴാണ് അജിത്തിന്റെ ബോഡി കണ്ടെത്തിയ വാർത്ത ആദ്യ കാണുന്നത്. അതോടെ അവന്റെ ചുണ്ടിൽ പാതി ദൗത്യം വിജയിച്ചതിന്റെ സന്തോഷം പുഞ്ചിരിയായി തങ്ങി നിന്നു. അതിനുശേഷം അവൻ നേരെ ഭൂഗർഭ അറയിലേക്ക് നടന്നു. ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും പ്രണവിന്റെയും ജെറിയുടെയും നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. ആദി അവർക്കടുത്തേക്ക് ചെന്ന് പ്രണവിന്റെ കൈവിരലുകളിലെയും കാൽവിരലിലെയും നഖങ്ങൾ പറിച്ചെടുക്കാൻ തുടങ്ങി. വേദന കൊണ്ട് അലറിക്കരയുന്ന പ്രണവിനെ കാണെ അവന്റെ ആ ശബ്ദം കേൾക്കെ തന്നിൽ വല്ലാത്തൊരു ഊർജം നിറയുന്നത് ആദി അറിഞ്ഞു. അങ്ങനെ അവന്റെ കൈയിലെയും കാലിലെയും മുഴുവൻ നഖങ്ങളും പറിച്ചെടുക്കപ്പെട്ടു. ആ നിമിഷം തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു മനോരോഗിയാണോ എന്ന ചിന്ത പ്രണവിനുണ്ടായി. ദിവസങ്ങൾ 2 കടന്നു. മുറിവ് ചെറുതായി കരിഞ്ഞു തുടങ്ങി. പക്ഷേ കയ്യിൽ ആവശ്യത്തിനുള്ള മരുന്നില്ലാത്തതിനാൽ ആദി എഴുന്നേറ്റ് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. സമയം വൈകുന്നേരമായി. വിശപ്പും കലശലായിരുന്നു. ഉടനെ തന്നെ അടുത്തു കണ്ട ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി മുറിവിന് ആവശ്യമായ മരുന്നുകളും മറ്റനുബന്ധ സാധനങ്ങളും വാങ്ങിയ ശേഷം തന്റെ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി നിരഞ്ജനെ കണ്ടത്. നിരഞ്ജനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ വലതുകാൽ ഞൊണ്ടിക്കൊണ്ട് റോഡ് കടന്നു മുറിച്ച് വണ്ടിയിൽ കയറി അവിടെ നിന്നും ഓടിച്ചുപോയി. അപ്പോഴാണ് അത് ആദിയല്ലേ എന്ന സംശയം നിരഞ്ജനുണ്ടായത്. കാൽ ഞൊണ്ടിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ
അത് ആദിയായിരിക്കില്ല എന്ന തോന്നലുണ്ടായെങ്കിലും അടുത്ത നിമിഷം തന്നെ അയാളിൽ പോലീസ് ബുദ്ധി ഉണർന്നു. ഉടൻ തന്നെ ആ വണ്ടി നമ്പർ എഴുതിയെടുത്തു. എന്നിട്ട് ആദ്യം ഇറങ്ങി വന്ന മെഡിക്കൽ സ്റ്റോറിൽ കയറി ഇപ്പോൾ കടയിൽ നിന്നും ഇറങ്ങിപ്പോയ ആൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് അന്വേഷിച്ചു. ഒപ്പം പേരും ചോദിച്ചു മനസ്സിലാക്കി. കമ്പ്യൂട്ടറിൽ നോക്കിയ ശേഷം അയാളുടെ പേര് ഹരി എന്നാണെന്നും വാങ്ങിയത് മുറിവിലേക്ക് ആവശ്യമായ വസ്തുക്കളാണെന്ന് കേട്ടതും അതിലെന്തോ പൊരുത്തക്കേടുള്ളതുപോലെ നിരഞ്ജന്റെ ഉൾമനസ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ പല സംശയങ്ങളുമായാണ് നിരഞ്ജൻ ഓഫീസിലേക്ക് തിരിച്ചത്. ഓഫീസിലെത്തിയിട്ടും തന്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് കണ്ട് ഒരു പേപ്പറിൽ ഇന്ന് താൻ കണ്ട വ്യക്തിയെ വരയ്ക്കാൻ തുടങ്ങി. അല്പനേരം കൊണ്ടുതന്നെ ആ ചിത്രം അയാൾ വരച്ചു ചേർത്തു. നിരഞ്ജൻ വരച്ച ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് എന്തോ ഒരു ആവശ്യത്തിനായി കയ്യിലൊരു ഫയലുമായി വിഷ്ണു അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കാണുന്നത് ഒരു പേപ്പർ കയ്യിൽ പിടിച്ച് അതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നതാണ്. വിഷ്ണു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ശബ്ദം കേട്ടതും നിരഞ്ജൻ ആ പേപ്പർ താഴെ വെച്ച് വിഷ്ണുവിനെ നോക്കി. ഫയലിൽ നിരഞ്ജന്റെ ഒപ്പ് വാങ്ങിയ ശേഷം ഇറങ്ങി വരുകയാണ് അപ്രതീക്ഷിതമായി വിഷ്ണു ആ ചിത്രം കാണുന്നത്. കുറച്ചുനേരം ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ഫോട്ടോയിൽ ഉള്ളയാളെ തനിക്കറിയുമോ? വിഷ്ണു നോക്കുന്നത് കണ്ട് നിരഞ്ജൻ അയാളോട് ചോദിച്ചു. ഇല്ല സാർ, പക്ഷേ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടതായി ഓർക്കുന്നു. സാർ എങ്ങനെ ഇയാളെ വരച്ചു? അതു കേട്ടതും ആഗ്രഹിച്ച കളിപ്പാട്ടം കിട്ടിയതുപോലെ നിരഞ്ജന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ഇന്ന് ഞാൻ കണ്ടിരുന്നു. കണ്ടപ്പോൾ എവിടെയോ കണ്ട പോലെ ഓർമ്മ. അതുകൊണ്ട് വരച്ചു നോക്കിയതാണ്. എവിടെയാണ് നീ ഇയാളെ കണ്ടത്? ഇയാളുടെ പേരെന്താണെന്നറിയുമോ? കുറച്ചുനേരം കൂടി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം വിഷ്ണു പറഞ്ഞു തുടങ്ങി. സാർ പറഞ്ഞത് ശരിയാണ്. ആ വ്യക്തിയെ കണ്ടപ്പോൾ എവിടെയോ കണ്ട പോലൊരു തോന്നൽ എനിക്കുമുണ്ടായിരുന്നു. അന്ന് ഞാനും ഇക്ബാൽ സാറും കൂടെ ആ സൈക്കോയെ അന്വേഷിച്ചു പോയില്ലേ? അന്നാണ് ഞാൻ ഇയാളെ കണ്ടത്. ആ കാട്ടിൽ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ഇയാളെ ഞാൻ കണ്ടിരുന്നു. ഉറപ്പാണോ? അന്ന് താൻ ഇയാളെ തന്നെയാണോ കണ്ടത്? ആൾ മാറിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ, എനിക്ക് തെറ്റിയിട്ടില്ല. ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടത്. എങ്കിൽ നീ ഇയാളെ കണ്ടതെവിടെയെന്ന് പ്രോപ്പറായിട്ട് പറ. വിഷ്ണു വ്യക്തമായി തന്നെ ആദിയെ കണ്ട സ്ഥലം പറഞ്ഞുകൊടുത്തു. നാളെ തന്നെ ആദിയുടെ മുഖച്ഛായയുള്ള ആളെ കാണാൻ പോകണമെന്ന് നിരഞ്ജൻ മനസ്സിൽ ഉറപ്പിച്ചു. വീട്ടിൽ ചെന്ന് കയറിയ നിരഞ്ജൻ അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം താൻ വരച്ച ചിത്രം അച്ഛനെ കാണിച്ചു. അയാളും ആ ഫോട്ടോയിലേക്ക് കുറച്ചു സമയം നോക്കിയിരുന്നു. ഇതാരാ മോനെ? കാണാൻ അനന്തൻ സാറിന്റെ മകനെ പോലെയുണ്ടല്ലോ. അതെ അച്ഛാ, എനിക്കും അങ്ങനെയൊരു തോന്നലുണ്ട്. ഇന്ന് സിറ്റിയിൽ വെച്ച് ഞാൻ ഇയാളെ കണ്ടു. പെട്ടെന്ന് എനിക്കും ഇത് ആദ്യമാണെന്ന് തോന്നി. എന്നാൽ ഞാൻ വിളിച്ചിട്ടും കേൾക്കാതെ ഒരു കാറിൽ കയറിപ്പോയി. എന്തായിരിക്കും അച്ഛാ കാരണം? ഒരുപക്ഷേ അത് ആദ്യമായിരിക്കില്ലേ? ഉറപ്പിച്ചു പറയാനാവില്ല. കാരണം ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇയാളെക്കുറിച്ച് നീ അന്വേഷിക്കണം. ആദ്യമാണെങ്കിൽ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. കാരണം അന്നാ കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ടത് ഈ പയ്യൻ മാത്രമായിരുന്നു. അതെന്തോ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അപകടമാണെന്നല്ലേ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല അതന്ന് കേസന്വേഷിച്ച പോലീസ് കണ്ടെത്തിയതുമല്ലേ? അതെ, അന്നത് ഒരു അപകടമരണമാണെന്ന് പോലീസ് റിപ്പോർട്ട്. എന്നാൽ എനിക്കുറപ്പാണ് അത് അഡ്വക്കേറ്റ് ജയശീലനും കൃഷ്ണനുമൊക്കെ ചേർന്നുള്ള ഒത്തുകളിയാണെന്ന്. അച്ഛനെങ്ങനെ അത് ഉറപ്പിച്ചു പറയാനാകും? എനിക്കത് പറയാനാകും. കാരണം അന്നാ കേസ് അന്വേഷിച്ചത് ജോൺസന്റെ ഭാര്യയുടെ അനിയൻ വർഗീസ് ആയിരുന്നു. എന്നാലും അച്ഛാ, അങ്ങനെയൊക്കെ നടക്കുമോ? അത് ഞാൻ ഒരു പോലീസ് ഓഫീസറായി നിന്നോട് പറഞ്ഞു തരണോ? അത് കേട്ടതും താൻ ചിന്തിക്കുന്നത് തെറ്റായെന്ന തോന്നലിൽ നിരഞ്ജന്റെ തല കുനിഞ്ഞു. അതുകണ്ട് അച്ഛൻ പറഞ്ഞു തുടങ്ങി. നീയൊരു പോലീസുകാരനാണ്. കാണുന്നതും കേൾക്കുന്നതും 2 വട്ടം ചിന്തിച്ച ശേഷമേ മുഖവിലക്കെടുക്കാവൂ. ഒരിക്കലും നീ ഈ പാഠം മറക്കരുത്. ഇല്ലച്ചാ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഈ കേസ് ഞാൻ ഇനിയും കാര്യക്ഷമതയോടെ അന്വേഷിക്കും. ഉറപ്പായും കുറ്റവാളിയെ പിടികൂടുകയും ചെയ്യും. മകന്റെ ആത്മവിശ്വാസത്തിൽ ആ അച്ഛന് അഭിമാനം തോന്നി. എന്തായാലും നാളെ തന്നെ തന്റെ ഉള്ളിലെ സംശയം തീർക്കണമെന്ന് ഉറപ്പിച്ച് നിരഞ്ജൻ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ അയാൾ വിഷ്ണുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചു. ശേഷം ആദിയെ കാണാനായി അവൻ താമസിക്കുന്നിടത്തേക്ക് പോയി. യൂണിഫോമിലല്ലായിരുന്നു വേഷം.
2-3 തവണ കോളിംഗ് ബെൽ അടിച്ച ശേഷമാണ് വാതിൽ തുറന്നത്. മുന്നിൽ നിരഞ്ജനെ കണ്ട് ഞെട്ടിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല. മുഖത്ത് ഒരു അപരിചിത ഭാവം വരുത്തി. "ഇത് ആദിയുടെ വീടല്ലേ?" "ആദിയോ? അതാരാ?" "നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ്. ഇന്നലെ നമ്മൾ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ ഞാൻ അടുത്തെത്തിയപ്പോഴേക്കും നിങ്ങൾ പോയി കഴിഞ്ഞിരുന്നു." "ഉവ്വോ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും കയറിയിരിക്കൂ." ആദി നിരഞ്ജനെ അകത്തേക്ക് ക്ഷണിച്ചു. "ഞാൻ നിരഞ്ജൻ, SP നിരഞ്ജൻ കുമാർ. ഞാൻ ഹരിമാധവൻ. അച്ഛൻ മാധവൻ. ഒരു പ്രവാസി മലയാളിയാണ്. താങ്കൾക്കെന്താ കുടിക്കാൻ വേണ്ടത്?" "എന്തായാലും മതി." "ശരി, എങ്കിൽ നിങ്ങൾ ഇരിക്കൂ. ഞാനിപ്പോ വരാം." ആദി ഞൊണ്ടി ഞൊണ്ടി അടുക്കളയിലേക്ക് പോയി. ഉടനെ തന്നെ നിരഞ്ജൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ മുറി മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴും ആ കൊലയാളി ആദിയാകരുത് എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന. ആദി തിരികെ വന്നത് 2 ഗ്ലാസ് മാംഗോ ജ്യൂസുമായിട്ടായിരുന്നു. അതിലൊരു ഗ്ലാസ് നിരഞ്ജന് കൊടുത്തു. മറ്റേത് അയാളും എടുത്തു. ചോദിക്കാൻ വിട്ടുപോയി, കാലിന് എന്ത് പറ്റിയതാ? അത് അത് പിന്നെ മരത്തിൽ കയറിയപ്പോൾ ഒന്ന് വീണു. അപ്പോൾ എന്തിന്റെയോ കുറ്റി കയറിയതാ. ആ മറുപടി അയാൾക്ക് അത്രയും ദഹിച്ചില്ല എങ്കിലും പിന്നൊന്നും ചോദിക്കാൻ പോയില്ല. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം നിരഞ്ജൻ അവിടെ നിന്നും യാത്രയായി. ഇടയ്ക്കൊന്ന് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ചു നിൽക്കുന്ന ആദിയെയായിരുന്നു. നിരഞ്ജന്റെ വണ്ടി കൺമുന്നിൽ നിന്നും മറഞ്ഞതും വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ആ മുറി മുഴുവൻ പരിശോധിച്ചു. തന്നെ കൊടുക്കാനുള്ളതൊന്നും കൊണ്ടുവന്നു വെച്ചിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം സോഫ മാറ്റി ഗോവണി വാതിൽ തുറന്ന് താഴേക്കിറങ്ങിപ്പോയി. വണ്ടി അതിന്റെ ലക്ഷ്യസ്ഥാനം തേടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വിഷ്ണുവിന്റെ കോൾ വന്നത്. നിരഞ്ജൻ കോൾ അറ്റൻഡ് ചെയ്തു. "സാർ പറഞ്ഞ വണ്ടി നമ്പർ അന്വേഷിച്ചപ്പോൾ അതൊരു വേലായുധൻ എന്നയാളിന്റെ പേരിലുള്ളതാണ്. അയാൾ വണ്ടിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ഈ നമ്പറിലുള്ള വണ്ടി 3 മാസമായി ഒരു ഹരിമാധവൻ എന്ന വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹരിമാധവന്റെ ID കാർഡിന്റെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും അറിയാനുണ്ടോ സർ?" "ഇല്ല വിഷ്ണു, ഇത് മതി." "താൻ ആദിയല്ല ഹരിയാണെന്ന് പറഞ്ഞത് സത്യമായിരിക്കുമോ? അങ്ങനെയെങ്കിൽ ആദിക്ക് എന്തു പറ്റി? അന്ന് പുഴയിലേക്ക് ചാടിയ സൈക്കോയുടെ ശരീരപ്രകൃതി തന്നെയാണ് ഇയാൾക്കും. അന്ന് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ പറ്റിയ മുറിവാണോ കാലിലുള്ളത്? ഞാൻ വ്യക്തമായി കണ്ടതാണല്ലോ അയാൾക്ക് നവീന്റെ മുഖമാണെന്ന്. ഇതിൽ സത്യവും മിഥ്യയുമുണ്ട്. ഞാനിനി എന്താണ് ചെയ്യുക? ഇപ്പോൾ ജെറിയുടെയും പ്രണവിന്റെയും ജീവൻ അപകടത്തിലാണ്. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും?" ഒരുപാട് സംശയങ്ങൾ മനസ്സിനെ വധിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ അത് ദൂരീകരിക്കണമെന്നറിയാതെ നിരഞ്ജന്റെ മനസ്സ് ഉരുകുകയായിരുന്നു. ഇല്ല, ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്തായാലും ആ വീട് അരിച്ചുപെറുക്കിയേ മതിയാകൂ. നിരഞ്ജൻ മനസ്സിൽ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. ഹരിമാധവനെ നിരീക്ഷിക്കാനായി അയാൾ അലോഷിയെ നിയമിച്ചു. ഹരി എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ ഉടനെ തന്നെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം. മഫ്തിയിൽ അലോഷി തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ജെറിയെയും പ്രണവിനെയും കടത്തിക്കൊണ്ടുപോയിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് മുന്നിൽ ഇനി 2 ദിവസങ്ങൾ മാത്രം. എന്തു ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹരിമാധവൻ പുറത്തുപോയി എന്ന വിവരം അറിയിക്കാനായി അലോഷിയുടെ കോൾ വരുന്നത്. ഉടൻ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. വിവരമറിഞ്ഞതും അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തന്റെ മറ്റു കൂട്ടാളികളെയും കൂട്ടി നിരഞ്ജൻ ആദിയുടെ വീട്ടിലേക്ക് യാത്രയായി. വണ്ടി കുറച്ചു ദൂരെ നിർത്തി അവരവിടേക്ക് നടന്നു. അവിടെ എത്തിയതും പോക്കറ്റിൽ നിന്നൊരു ചാവിയെടുത്ത് വാതിൽ തുറന്നു. "സാറിനെങ്ങനെ ഈ താക്കോൽ കിട്ടി?" മറ്റുള്ളവർക്ക് അത് അത്ഭുതമായിരുന്നു. അയാൾ അവരെ നോക്കിയൊരു കള്ളച്ചിരി പാസാക്കി. നിരഞ്ജന്റെ ഓർമ്മകൾ അന്ന് ആദിയെ കാണാൻ വന്ന ദിവസത്തിലേക്ക് പോയി. കുടിക്കാനെടുക്കാനായി ആദി അടുക്കളയിലേക്ക് പോയതും താൻ എണീറ്റതും ആ മുറി പരിശോധിച്ചതും അയാളുടെ ഓർമ്മയിലേക്കെത്തി. അപ്പോഴാണ് വാതിലിൽ ചാവിയിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അതിലൊരു ചാവിയെടുത്ത് തന്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ച ശേഷം തലസ്ഥാനത്തിരുന്നു. വാതിൽ തുറന്ന് അവരാ വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. ചുവര് പോലും പരിശോധനയിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഒരു രഹസ്യമുറിയോ അതിലേക്കുള്ള വാതിലോ ഒന്നും തന്നെ കണ്ടെത്താൻ അവർക്കാർക്കുമായില്ല. അവിടെ അവസാനത്തെ ഒരു വോൾ ഡ്രോയർ തുറന്നു പരിശോധിച്ചതും കുറേയധികം ഫോട്ടോയും ഒരു ഡയറിയും അവിടെ നിന്ന് കണ്ടെത്തി. അതെല്ലാം എടുത്ത് വീട്ടിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിരഞ്ജൻ അത് ശ്രദ്ധിച്ചത്. ഉടനെ തന്നെ അങ്ങോട്ട് നടന്നു.
അത് ശ്രദ്ധിച്ച മറ്റുള്ളവരും അയാൾക്കൊപ്പം അവിടേക്കെത്തി. താൻ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്നും സോഫയ്ക്ക് അല്പം സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. സോഫയ്ക്ക് മാത്രമല്ല, കാർപ്പറ്റിനും. അവർ രണ്ടുപേർ ചെന്ന് സോഫ പിടിച്ചു മാറ്റി. പിന്നെ കാർപ്പറ്റും. അപ്പോഴവർക്ക് മുന്നിൽ തെളിഞ്ഞത് ഒരു വാതിലായിരുന്നു. അത് കണ്ടതും എല്ലാവരുടെയും കണ്ണിൽ അത്ഭുതമായിരുന്നു. ആ വാതിലിന് കൊളുത്തോ പൂട്ടോ ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് ഫോണെടുത്ത് അതിലെ ടോർച്ച് തെളിച്ചു നോക്കി. താഴേക്കുള്ള ഒരു ഗോവണിയായിരുന്നു അത്. അതിന്റെ അടുത്ത് തന്നെ ഒരു സ്വിച്ച് ബോർഡും. അത് താഴേക്കുള്ള ബൾബിന്റെയാണെന്ന് ഊഹിച്ചു. അത് ഓൺ ചെയ്തതും താഴെ മുഴുവൻ വെളിച്ചം പരന്നു. ഓരോരുത്തരായി അവരെല്ലാവരും താഴേക്കിറങ്ങിച്ചെന്നു. വലിയൊരു ഹാളിലേക്കാണ് അവർ ചെന്നെത്തിയത്. അവിടെ ഒരു ഭാഗത്തായി മറ്റൊരു വാതിൽ. അത് ഒരു പൂട്ടുപയോഗിച്ച് ബന്ധിച്ചിരിക്കുന്നു. അത് തുറക്കാനുള്ള ചാവി അവിടെ തന്നെ ഇരിക്കുന്നു. അതെടുത്ത് വാതിൽ തുറന്ന് ടോർച്ചടിച്ച് നോക്കിയ അവർ ഞെട്ടിപ്പോയി. കാരണം അകം ശൂന്യമായിരുന്നു. ഉടൻ തന്നെ വാതിൽ പൂട്ടി ചാവി യഥാസ്ഥാനത്ത് വെച്ചു. ഇനിയും അവിടെ നിന്നാൽ ആദ്യ തിരികെ വരുമോ എന്ന് തോന്നി. അവർ മുകളിലേക്ക് കയറി വന്നു. എല്ലാം പഴയ പോലെയാക്കി വെച്ച ശേഷം ആ ഡയറിയും ഫോട്ടോസും പത്ര കട്ടിങ്ങുകളും എടുത്ത് വീടിന് പുറത്തേക്ക് വന്നു. വാതിൽ പൂട്ടി ആ ചാവി തിരികെ പോക്കറ്റിലിട്ട് അവർ അവിടെ നിന്നും പോയി. അവർ നേരെ പോയത് നിരഞ്ജന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് ആ പത്ര കട്ടിങ്ങുകളും ഫോട്ടോകളും വിശദമായി പരിശോധിച്ചു. അതെല്ലാം പരിശോധിച്ചതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഹരിമാധവൻ എന്ന പേരിൽ അവിടെ താമസിച്ചത് ആദി തന്നെയാണെന്നുള്ള സത്യം. എന്നാൽ ഇത്രയും കാലം ആദി എവിടെയായിരുന്നെന്നോ എന്താണ് ആ 10 വർഷം മുമ്പ് സംഭവിച്ചതെന്നോ അവർക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും ആ ഡയറിയിൽ നിന്നും അതിലേക്കുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുമെന്ന് തോന്നി നിരഞ്ജൻ ആ ഡയറി എടുത്തു. ആ നിമിഷം തന്നെ അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അടുത്തു തന്നെയുള്ള ഒരു പബ്ലിക് ബൂത്തിലെ നമ്പറായിരുന്നു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നത്. കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ SP, നിരഞ്ജൻ സർ. ഞാൻ താമസിച്ച വീട്ടിൽ പോയി കാണുമല്ലോ. അവിടെ ഒരു പോലീസുകാരൻ മഫ്തിയിലുണ്ടായിരുന്നു അല്ലേ? അപ്പോഴേ എനിക്ക് അപകടം മണത്തു. എന്നാലും അവിടെ നിങ്ങൾക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ? അതിലുണ്ട് എൻ്റെ കഥകൾ. നിങ്ങൾ അവിടെ എത്തിയത് മുതലെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ സാറേ, ചാവിയൊക്കെ മോഷ്ടിക്കുന്നത് തെറ്റല്ലേ? അതും ഉയർന്ന പോസ്റ്റിലുള്ള അങ്ങേപ്പോലൊരു ഉദ്യോഗസ്ഥൻ. അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ ഡിസ്കണക്റ്റ് ആയി. ആരായിരുന്നു സർ? എന്താണ് പെട്ടെന്ന് മുഖം മ്ലാനമായത്? നിരഞ്ജന്റെ മുഖം മാറിയത് കണ്ട് വിഷ്ണു ചോദിച്ചു. അവൻ പുറത്തേക്ക് പോയതൊന്നുമല്ല. നമുക്കായി അവിടെ നിന്നും ഒന്ന് മാറി തന്നതാ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോസും പത്ര കട്ടിങ്ങുകളും ഡയറിയും പോലും അവൻ നമുക്കായി തന്ന ദാനമാണ് പോലും. ഇതിലുണ്ട് അവന്റെ കഥകളെന്നാണ് പറഞ്ഞത്. എന്തായാലും വായിച്ചു നോക്കാം, വല്ലതും കിട്ടുമോ എന്ന്. അയാൾ ആ ഡയറി തുറന്നു നോക്കി. ആദ്യം കണ്ടത് ഒരു മനോഹരമായ ഫോട്ടോ ആയിരുന്നു. അഡ്വക്കേറ്റ് അനന്തന്റെ കുടുംബ ഫോട്ടോ. നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു കുടുംബം. എന്ത് സന്തോഷമായിരിക്കും അന്നത്തെ ആ നിമിഷങ്ങൾ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ കുടുംബം ഇല്ലാതായി. അത് കണ്ട ഏവരിലും ഒരു നോവ് പടരുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു. ആ ഡയറിയിലൂടെ ഒരു യാത്ര. ഒരു ചെറിയ പയ്യൻ യൂണിഫോം ട്രൗസറും അതിനു മുകളിൽ ബെൽറ്റുമിട്ട് ഷർട്ട് ഇൻ ചെയ്ത് ടൈയും കെട്ടി അച്ഛൻ്റെ കൂടെ കാറിൽ കയറുന്നു. ആ വണ്ടി നേരെ ചെല്ലുന്നത് ഒരു സ്കൂളിനകത്തേക്കാണ്. അവിടെ എത്തും വരെ ആ പയ്യന്റെ മുഖത്ത് സന്തോഷമായിരുന്നു. മകനെ ക്ലാസ്സിൽ കൊണ്ടാക്കിയ ശേഷം വൈകുന്നേരം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ തിരികെ കാറിൽ കയറിപ്പോയി. അന്ന് വൈകുന്നേരം കൂട്ടുകാരെല്ലാം വീട്ടിലേക്ക് പോയി. അച്ഛനെ കാത്ത് അവൻ അവിടെയിരുന്നു. അപ്പോഴാണ് അവനടുത്തേക്ക് സ്കൂളിലെ സെക്യൂരിറ്റി വന്നത്. അയാൾ അവനെ നോക്കി ചിരിച്ചു. അവനും അയാളെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു. അയാൾ പോക്കറ്റിൽ നിന്നും ഒരു മിഠായി എടുത്ത് അതവന് നേരെ നീട്ടി. ഒരു പുഞ്ചിരിയോടെ അതവൻ വാങ്ങി. അയാൾ അവന്റെ താടിയിൽ പിടിച്ചൊന്ന് കുലുക്കിയ ശേഷം മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് അവനെയും കൂട്ടി ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് നടന്നു. അവന്റെ മുഖത്തും ശരീരത്തിലും അയാളുടെ കൈകൾ തഴുകി നടന്നു. പതിയെ അതവന്റെ രഹസ്യഭാഗങ്ങളിലേക്കും ഇഴഞ്ഞു നീണ്ടു. അതെല്ലാം അയാൾക്ക് തന്നോടുള്ള സ്നേഹമാണെന്ന് അവൻ കരുതിയത്. പിന്നെ അവന് വല്ലാതെ നോവാൻ തുടങ്ങി. എന്നെ വിട്. വിടാനാണ് പറഞ്ഞേ. അച്ഛനോടും മിസ്സിനോടും ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറഞ്ഞു കൊടുക്കോ നീ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെയും നിന്റെ അച്ഛനും അമ്മനെയും കൊന്നുകളയും. സൂക്ഷിച്ചോ.
അത് കേട്ടതും അവനാകെ ഭയന്നുപോയി. ഇല്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. അത് കേൾക്കെ ആ മനുഷ്യ ചെന്നായയുടെ ചുണ്ടിൽ കുടിലത നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. അയാൾ മുന്നിൽ നിന്നും മാറിക്കൊടുത്തതും അവൻ തന്റെ ബാഗും എടുത്തുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് ഓടി. കുറച്ചുനേരം നിന്നതും അച്ഛൻ വന്നു. അപ്പോഴാണ് ആ കുഞ്ഞു മനസ്സിന്റെ പിടച്ചിലിന് ഒരു ശമനമുണ്ടായത്. വേഗം തന്നെ അവൻ കാറിൽ കയറിയിരുന്നു. അച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. അയാളുടെ ഭീഷണി ഓർമ്മ വന്നതും ഒന്നും പറയണ്ട എന്നവൻ കരുതി. പിന്നെ അവന് അപരിചിതമായവരോടെല്ലാം ഭയമായി തുടങ്ങി. സ്കൂളിലേക്ക് പോകാനും താല്പര്യമില്ലാതായി. അതവന്റെ പഠനത്തെ ബാധിച്ചു. മകന്റെ മാറ്റത്തിന് കാരണമെന്തെന്നറിയാതെ അച്ഛനും അമ്മയും വേദനിക്കാൻ തുടങ്ങി. പിന്നെയുള്ള നാളുകളിൽ അവൻ ശരിക്കും മറ്റൊരാളായി മാറി. അച്ഛൻ വരാൻ വൈകുന്ന ദിവസങ്ങളിൽ അയാൾ അവനെ ഉപദ്രവിക്കുന്നത് പതിവായി. ഇന്റർവെൽ സമയത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോഴും ആ 6 വയസ്സുകാരന്റെ കണ്ണുകൾ ആരെയോ തേടുകയായിരുന്നു. ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നത് കണ്ടതും അവന്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. അവൻ അവിടെ നിന്നും ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. കൂട്ടുകാർ പലതവണ വിളിച്ചെങ്കിലും അതൊന്നും കേൾക്കാതെ അവൻ ഓടുകയായിരുന്നു. അതുകണ്ട ആ സെക്യൂരിറ്റിയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. സമയം വൈകുന്നേരമായി. ക്ലാസ് വിട്ടതിനാൽ കൂട്ടുകാരെല്ലാം പോയി. അച്ഛനെയും കാത്ത് അവൻ അവിടെ ഭയത്തോടെ നിന്നു. അപ്പോഴാണ് അവിടേക്ക് സെക്യൂരിറ്റി വരുന്നത് കണ്ടത്. അതുകണ്ട് അവൻ ഗ്രൗണ്ടിലേക്ക് ഓടി. അവന്റെ പുറകിൽ വന്ന അയാൾ അവനെ നോക്കി ചിരിച്ചു. മോനെന്താ, അങ്കിളിനെ ഭയമാണോ? എന്തിനാ എന്നെ കാണുമ്പോൾ പേടിച്ചോടുന്നത്? അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും ഇടത് കൈകൊണ്ട് അവന്റെ വലത് കൈയിൽ മുറുകെ പിടിച്ച് പോക്കറ്റിൽ നിന്നും ഒരു മിഠായി എടുത്ത് അവന് നേരെ നീട്ടി. അവനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അയാൾ നിർബന്ധപൂർവം അതവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അവനെയും എടുത്തുകൊണ്ട് ഒഴിഞ്ഞ ഒരു ക്ലാസ് റൂമിലേക്ക് കയറിപ്പോയി. അവന്റെ കരച്ചിൽ ഉയരാൻ തുടങ്ങി. അവന്റെ ഭാഗ്യമോ അതോ ആ സെക്യൂരിറ്റിയുടെ നിർഭാഗ്യമോ, ആ സമയത്താണ് അവന്റെ അച്ഛൻ അവിടേക്ക് വന്നത്. ക്ലാസ് മുറിക്ക് മുന്നിലെത്തിയതും ഒരു കുട്ടി കരയുന്നതായി തോന്നി ചുവടുകൾ വേഗത്തിൽ വെച്ച് നടന്നു. ശബ്ദം കേട്ട ക്ലാസ് മുറിയിലേക്ക് ചെന്നതും അയാൾ കണ്ടു സ്വന്തം മകനെ വേദനിപ്പിക്കുന്ന ആ മനുഷ്യമൃഗത്തെ. എടാ ദ്രോഹി, എന്റെ കുഞ്ഞിനെ നീ... അയാൾ അലറുകയായിരുന്നു. അത് കണ്ടതും ആ സെക്യൂരിറ്റി ഭയന്നുപോയി. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അവന്റെ അച്ഛന്റെ അരികിലേക്ക് ഓടിപ്പോയി. അവനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി ആ സെക്യൂരിറ്റിയെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. അയാൾ ക്രോധം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അതുകണ്ട് ആ സെക്യൂരിറ്റിയുടെ ശരീരം വിറകൊണ്ടു. ക്ഷമിക്കണം സാർ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാണ്. സാർ ഇത് ആരോടും പറയരുത്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണേ സാർ. സെക്യൂരിറ്റി അയാളുടെ കാലിൽ പിടിച്ചതും അയാൾ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ഇതുറപ്പായും ഞാൻ എല്ലാവരെയും അറിയിക്കും. ഇതറിയുമ്പോൾ നിന്റെ കുടുംബം പോലും നിന്നെ വിട്ടു പോകും. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അയാൾ എല്ലാം എല്ലാവരെയും അറിയിക്കുമെന്ന് ഉറപ്പായി. ആ സെക്യൂരിറ്റി ഒന്നും വിടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഒന്നും വേണ്ടായിരുന്നുവെന്ന് തോന്നിപ്പോയി അയാൾക്ക്. തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ അപഹാസ്യമാകുന്നത്, വെറുക്കപ്പെട്ടവനാകുന്നത് ഓർക്കുമ്പോൾ തന്നെ അയാൾ വിറച്ചുകൊണ്ടിരുന്നു. ഓരോന്നാലോചിച്ച് അയാൾ പടികൾ കയറി പോയിക്കൊണ്ടേയിരുന്നു. അനന്തൻ തന്റെ മകനെ കെട്ടിപ്പിടിച്ചു. അവനെ ചുംബനം കൊണ്ട് മൂടി. അപ്പോൾ അയാളുടെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. അയാളെ വെറുതെ വിടരുത്. വെറുതെ വിട്ടാൽ മറ്റുള്ള കുട്ടികളോടും അയാൾ ഇത് തന്നെ ചെയ്യും. തന്റെ മകന് വന്ന അവസ്ഥ ഇനിയൊരു കുട്ടിക്കും ഉണ്ടാകരുത്, അയാൾ മനസ്സിൽ കരുതി. അയാൾ അവന്റെ വസ്ത്രം നേരെയാക്കി കൊടുത്തു. കുപ്പിയിലെ വെള്ളമെടുത്ത് മുഖം കഴുകി കൊടുത്തു. അവനെ ഒരു ഡെസ്കിന് മുകളിൽ കയറ്റിയിരുത്തി അവന്റെ മുടിയിൽ വാത്സല്യപൂർവ്വം തലോടി. മോനെന്താ ഇതൊന്നും അച്ഛനോട് പറയാതിരുന്നേ? പേടിച്ചിട്ടാ ഞാൻ. അച്ഛൻ മോനെ വഴക്കു പറയില്ലല്ലോ, പിന്നെന്തിനാ പേടി? അത് അത് പിന്നെ അയാൾ പറഞ്ഞു ഞാൻ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ നമ്മളെ എല്ലാരെയും കൊല്ലുമെന്ന്. അത് പറഞ്ഞ് അവൻ വീണ്ടും കരയാൻ തുടങ്ങി. മോൻ പേടിക്കണ്ടാട്ടോ, നമ്മളെ ആരും ഒന്നും ചെയ്യില്ല. നമുക്ക് നാളെ ഇത് മിസ്സിനോട് പറയാട്ടോ. അയാളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാം. അത് കേട്ടപ്പോൾ അവന് ഒരല്പം ആശ്വാസം തോന്നി. ഒരു കൈയിൽ മകനെയും പിടിച്ച് മറുകൈയിൽ അവന്റെ ബാഗും പിടിച്ച് അനന്തൻ ആ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. കാറിനടുത്തേക്ക് നടന്നു തുടങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. പുറകിൽ കനമുള്ളതെന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് അനന്തൻ തിരിഞ്ഞു നോക്കിയത്. ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അതാ കിടക്കുന്നു ആ സെക്യൂരിറ്റി. അയാൾ കിടന്ന് പിടയുകയാണ്. തലയിൽ നിന്നും രക്തം അവിടമാകെ ഒഴുകി പരന്നു.
തിരിഞ്ഞു നോക്കിയ ആ 6 വയസ്സുകാരന് കാണാനാവുന്ന കാഴ്ചയല്ലായിരുന്നു അത്. അവൻ ഭയത്താൽ അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അനന്തൻ സ്വബോധത്തിലേക്ക് വന്നത്. അയാൾ മകനെ ചേർത്തു പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ ആ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു പോയിരുന്നു. അവന്റെ ആ കുഞ്ഞു മനസ്സ് പിടിവിട്ടു പോകാൻ പിന്നൊരു കാരണവും വേണ്ടി വന്നില്ല. വീട്ടിലെത്തിയിട്ടും അവന്റെ പേടി കുറഞ്ഞില്ല. അനുനിമിഷം അത് കൂടിക്കൊണ്ടിരുന്നു. തനിച്ചിരിക്കാൻ പോലും അവന് ഭയമായി തുടങ്ങി. പതിയെ പതിയെ അവൻ അവനെ തന്നെ മറക്കുകയായിരുന്നു. ഒരാഴ്ച കൊണ്ട് അവൻ പൂർണ്ണമായും മറ്റൊരാളായി മാറി. ആരോടും മിണ്ടാതെ ഉറക്കത്തിൽ ഞെട്ടിയെഴുന്നേറ്റും എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ പോലും അലറിക്കരയാനും തുടങ്ങി. മകന്റെ അവസ്ഥ ദിനംപ്രതി മോശമാകുന്നത് കണ്ട് അവരവനെ അടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചു. മരുന്നും കൃത്യമായ കൗൺസിലിംഗും അവനെ പതിയെ സാധാരണ നിലയിലെത്തിച്ചു. പഴയ ഊർജവും പ്രസരിപ്പും അവനിൽ വന്നു തുടങ്ങി. അതോടെ അവന്റെ പഠനം പുനരാരംഭിച്ചു. ക്ലാസ്സിലും സ്കൂളിലും പഠനത്തിലും കായിക രംഗത്തും അവൻ മികവ് തെളിയിച്ചു തുടങ്ങി. പിന്നെ പഴയതെല്ലാം മറന്ന് അവൻ പുതിയൊരു കുട്ടിയായി മാറി. അങ്ങനെയിരിക്കെയാണ് അവനൊരു അനിയത്തി കൂടി കൂട്ടിന് വന്നത്. പിന്നെ ആ വീട് സ്വർഗമാകുകയായിരുന്നു. പഠിച്ച് അവൻ അച്ഛനെ പോലൊരു അഡ്വക്കേറ്റായി. അനിയത്തിക്ക് ഇഷ്ടം ഡോക്ടറാകാനായിരുന്നു. അവളെ പഠിക്കാൻ വിട്ട് അവൻ അച്ഛന് കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചു. എന്നും നേരിനും നന്മയ്ക്കും വേണ്ടി മാത്രമേ അനന്തൻ വാദിച്ചിരുന്നുള്ളൂ. പാവങ്ങളെ സഹായിക്കാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. തന്നെക്കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവർക്കായി ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകണ്ട് വളർന്ന മകനും അച്ഛനെ പോലെ തന്നെയായി. ആരുടെയെങ്കിലും കണ്ണുനീര് കണ്ടാൽ അത് തുടയ്ക്കുന്നവരെ പിന്നെ അവന് സമാധാനമുണ്ടാവുകയില്ല. അങ്ങനെയിരിക്കെയാണ് നിയതി എന്നൊരു പെൺകുട്ടിയുടെ കേസ് അച്ഛന് മുന്നിലേക്ക് വന്നത്. പ്രതിഫലം പോലും വാങ്ങാതെ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ അനന്തൻ മുന്നിൽ നിന്നു. അന്നൊരു ദിവസം രാത്രി കൂട്ടുകാരോടൊപ്പം പുറത്തുപോയി വന്ന അവൻ കാണുന്നത് വീട്ടുമുറ്റത്ത് കിടക്കുന്ന വണ്ടികളാണ്. മുൻവശത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സംഗതി പന്തിയല്ലെന്ന് തോന്നിയതും അവനൊപ്പം കൂട്ടുകാരനും വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് അകത്തുനിന്ന് കരച്ചിലും ആരുടെയൊക്കെയോ ആക്രോശവും കേട്ടത്. അവൻ അടുത്തുള്ള ജനലിലൂടെ അകത്തേക്ക് നോക്കി. ഭീകരമായിരുന്നു അകത്തെ കാഴ്ച. രക്തത്തിൽ കുളിച്ച് ജീവനു വേണ്ടി പിടയുന്ന അനിയത്തി, അനക്കമില്ലാതെ കിടക്കുന്ന അമ്മ, ഒരു കസേരയിൽ ബന്ധിതനായി ഇരിക്കുന്ന അച്ഛൻ. പെട്ടെന്ന് തന്നെ അവന്റെ കൂട്ടുകാരൻ അവന്റെ വായ പൊത്തിപ്പിടിച്ചു. അവനെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അന്നു രാത്രി മുഴുവൻ അവൻ കരഞ്ഞു കരഞ്ഞു കിടന്നു. അടുത്ത ദിവസമാണ് അവൻ അറിയുന്നത് അഡ്വക്കേറ്റ് അനന്തനും കുടുംബവും ഇല്ലാതായി എന്നത്. അതും ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായ അഗ്നിബാധയിൽപ്പെട്ട് മരിച്ചു എന്ന വാർത്തയാണ് നാടാകെ പരന്നത്. ഒരു കൊലപാതകം അവർ സമർത്ഥമായി അപകട മരണമാക്കി ചിത്രീകരിച്ചു. ആ വാർത്ത കേട്ടവൻ അലറി വിളിച്ചു. ഇന്നലെ വരെ തനിക്കൊപ്പമുണ്ടായിരുന്ന അച്ഛനും അമ്മയും അനിയത്തിയും ഒരുപിടി ചാരമായെന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞില്ല. അവരുടെ മരണം അവനെ അത്രമേൽ തകർത്തിയിരുന്നു. അവന് കാവലായി കൂട്ടുകാരനും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിലും അവന്റെ മനസ്സ് കൈവിട്ടുപോയി. പക്ഷേ അപ്പോഴാണ് പ്രതികളുടെ അച്ഛന്മാർ പറഞ്ഞുവിട്ട ഗുണ്ടകൾ അവനെ അന്വേഷിക്കുന്നതായി അറിഞ്ഞത്. അതോടെ അവനെയും ഇല്ലാതാക്കുമെന്ന് ഭയന്ന അവർ സമൂഹത്തിന് മുന്നിൽ നിന്നും ഒളിപ്പിച്ചു പിടിച്ചു രഹസ്യമായി അവനെ ചികിത്സിച്ചു. 3 വർഷത്തോളം ചികിത്സിച്ച ശേഷമാണ് അവൻ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ഓർമ്മകൾ തിരിച്ചു കിട്ടിയതും അവൻ ആദ്യം ചോദിച്ചത് അവന്റെ കുടുംബത്തെക്കുറിച്ചാണ്. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ആദിയെ അവർ ഹരിയാക്കി. അതിനുവേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കുന്നവരുമായി സംസാരിച്ചതും അവന്റെ പ്രിയ സുഹൃത്തായിരുന്നു. എല്ലാ രേഖകളും ശരിയായതും അവനൊരു മാറ്റം ആവശ്യമാണെന്ന് കരുതി അവരവനെ മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാലും ആദിയുടെ മനസ്സ് മുഴുവൻ കേരളത്തിലായിരുന്നു. ഒഴിവു സമയങ്ങളിൽ പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമങ്ങളും തുടങ്ങി. വർഷങ്ങൾക്കിപ്പുറം അവന് തന്റെ നഷ്ടമായ ഓർമ്മകളെല്ലാം തിരികെ കിട്ടി. അതോടെ ഓർമ്മയുള്ള മുഖങ്ങളെല്ലാം വരച്ചുവെച്ചു. പിന്നീട് അതുവരെയുള്ള തന്റെ മുഴുവൻ സമ്പാദ്യവുമായി തിരിച്ച് നാട്ടിലേക്ക് വന്നു. സുഹൃത്തിനോട് ഒന്നും മറച്ചുപിടിക്കാൻ അവനായില്ല. താൻ ഇത്രയും കാലം കാത്തിരുന്നത് തന്നെ അവരെ ഇല്ലാതാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ അവൻ വിലക്കി. അതിന് കഴിയാതെ വന്നതോടെ സുഹൃത്തും തനിക്കൊപ്പം നിൽക്കാമെന്ന് ഉറപ്പു തന്നു. പിന്നെ ഒരു അന്വേഷണമായിരുന്നു. സ്വന്തം പേരും വ്യക്തിത്വവും മറച്ചുപിടിച്ച് കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തവരെ കണ്ടെത്താൻ. അവന്റെ അച്ഛൻ അവസാനമായി ഏറ്റെടുത്ത കേസ് നിയതി കൊലക്കേസാണ്. പലരിൽ നിന്നും ആ കേസ് വാദിക്കാതിരിക്കാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അനന്തൻ അതൊക്കെ നിരസിച്ചു. അതിലെ പ്രതികളാണ് അന്ന് രാത്രി വീട്ടിൽ വന്നതെന്ന് അവർ മനസ്സിലാക്കി.
അതോടെ അവൻ ഉറപ്പിച്ചു, നീതി കൊലക്കേസിലെ പ്രതികളാണ് തന്റെ കുടുംബത്തിന്റെയും ഘാതകരെന്ന്. അവരുടെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിക്കുകയായിരുന്നു പിന്നീടങ്ങോട്ട്. അങ്ങനെ നാളുകൾ കടന്നുപോകെ അന്വേഷണത്തിന്റെ നാൾവഴികളിൽ മറ്റൊരു സത്യവും അവർക്ക് മുന്നിൽ മറനീക്കി പുറത്തുവന്നു. നീതിക്ക് വേണ്ടി നിലകൊണ്ട നവീൻ എന്ന ഒരു പാവം ചെറുപ്പക്കാരനെയും അവർ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നത് പിന്നീടങ്ങോട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു. ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെ വേണമെന്ന്. ആദ്യമൊക്കെ ടാർഗറ്റ് കൃഷ്ണനും പ്രകാശനുമൊക്കെ ആയിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം ആദ്യം ചിന്തിച്ചത്. മക്കൾക്ക് വേണ്ടിയാണ് അവർ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടേണ്ടത് അവരുടെ എല്ലാമായ മക്കളെ തന്നെയാണ്. തന്റെ കുടുംബം ഇല്ലാതായതിനു ശേഷം താൻ അനുഭവിക്കുന്ന വേദന, മാനസിക സംഘർഷങ്ങൾ എല്ലാം അവരും അനുഭവിക്കണം. അതിനുവേണ്ടി താൻ അവരുടെ മക്കളെ തിരഞ്ഞെടുത്തു. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മരണം തന്നെയാണ്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവരാരും അർഹിക്കുന്നില്ല. പിന്നെ വേണ്ടത് ഒരു താവളമായിരുന്നു. അതിനായി കുറച്ച് അലയേണ്ടി വന്നെങ്കിലും അധികം ആൾപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് തന്നെ ഒരു വീട് വാങ്ങി. പിന്നെയെല്ലാം വളരെ ശ്രദ്ധിച്ചായിരുന്നു ചെയ്തത്. താനാണ് ഇതിനു പുറകിലെന്ന് മറ്റാരും അറിയരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മുഖം ഒളിപ്പിക്കാനായി അവർ കൊന്നുകുഴിച്ചു മൂടിയ നവീനെ തന്നെ ഉപയോഗിച്ചു. ഒരു കാരണവശാലും വഴി തെറ്റിപ്പോലും അന്വേഷണം ഹരിയെന്ന ആദിയിലേക്ക് എത്താതിരിക്കാനുള്ള തങ്ങളുടെ തീരുമാനം. അതിനായി എങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കണമെന്നായി ചിന്ത. അതിനായി ഇന്റർനെറ്റ് ഉപയോഗിച്ച് അതിനുള്ള വിദ്യകൾ കരസ്ഥമാക്കി. ആദ്യമൊക്കെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അവസാനം വിജയിക്കുക തന്നെ ചെയ്തു. കാരണം തന്റെ കുടുംബം ഇല്ലാതാക്കിയവരോടുള്ള അടങ്ങാത്ത പക തന്നെയായിരുന്നു അതിനു പിന്നിൽ. ഓരോരുത്തരെ ലക്ഷ്യം വെച്ച് അവർക്ക് പുറകിൽ തന്നെ താൻ ഉണ്ടായിരുന്നു. അവരറിയാതെ അവരുടെ നിഴലെന്നോണം. അങ്ങനെ അവരുടെ ദിനചര്യകളെല്ലാം തനിക്ക് കാണാപ്പാടമായി. പതിയെ മനഃപൂർവ്വം തന്നെ അവരോടെല്ലാം ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം അവർക്ക് മുന്നിലെല്ലാം താനൊരു പ്രവാസി മലയാളിയാണ്. നവീന്റെ മുഖമാണെങ്കിലും ആ മുഖം അവർ തിരിച്ചറിഞ്ഞില്ല. അതോടെ പഴയതെല്ലാം അവർ മറന്നെന്ന് മനസ്സിലായി. അങ്ങനെ ആ സൗഹൃദങ്ങൾ മറ്റാരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്ന് രാത്രി അരുൺ അതുവഴി വരുമെന്ന് തനിക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അവനു വേണ്ടി അവിടെ കാത്തുനിന്നു. അരുണിന്റെ വണ്ടി കണ്ടതും താൻ തയ്യാറായി നിന്നു. തന്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണെന്നും വീട്ടിലേക്ക് പോകാനായി ടാക്സി കാത്തുനിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവനത് വിശ്വസിച്ചു. എങ്കിൽ ഹരി, എനിക്കൊപ്പം പോന്നോളൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട അരുൺ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാകും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സംസാരിച്ചു നിൽക്കാതെ താൻ വണ്ടിയിൽ കയറ് ഹരി. അങ്ങനെ അവൻ പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവനത് പറഞ്ഞതും അവന്റെ കാറിൽ കയറി താൻ അവനൊപ്പം യാത്ര തുടങ്ങി. തന്ത്രത്തിൽ അവന്റെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. കൂടെയുള്ളത് തന്റെ കാലനാണെന്നറിയാതെ അവൻ ഡ്രൈവിംഗ് തുടർന്നു. വീടെത്തിയതും ഒരു കപ്പ് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. അവനായി ഉണ്ടാക്കിയ കാപ്പിയിൽ ബോധരഹിതനാക്കാനുള്ള മരുന്ന് ചേർത്തു. അധികം വൈകാതെ തന്നെ അവൻ ബോധരഹിതനായി. പിന്നെയെല്ലാം എളുപ്പമായിരുന്നു. അവനെ താഴേക്ക് കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി ബന്ധിച്ചു. പിന്നെ ഞാൻ ലക്ഷ്യം വെച്ചത് എന്റെ രണ്ടാമത്തെ ഇരയായ കാർത്തിക്കിനെയായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും വേദനിപ്പിച്ച് വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കി. ഇതൊന്നും സാറിനോട് പറയേണ്ട കാര്യം എനിക്കില്ല. എന്നാലും എന്റെ വീട്ടിലേക്ക് സാർ വന്നപ്പോൾ കാലിലെ മുറിവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് സംശയിച്ചു. സാർ പോയതിനു ശേഷം വാതിൽ പൂട്ടി ചാവിയെടുത്തപ്പോൾ അതിന്റെ എണ്ണം കുറവ് കണ്ടു. ഞാൻ ഉറപ്പിച്ചു സാറിന്റെ അന്വേഷണം എന്നിലേക്ക് നീളുകയാണെന്ന്. പിന്നെ അതിന് തെളിവെന്നോണം മഫ്തി പോലീസും അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള രണ്ടുപേരെ ഞാൻ അവിടെ നിന്നും മാറ്റി. ഇപ്പോൾ അവർ മറ്റൊരു സങ്കേതത്തിലാണ്. ഞാൻ വരും സർ, അവരുടെ ബോഡിയുമായി. അന്ന് സാറിനെ വെടിവെച്ചിട്ട അതേ പുഴക്കരയിൽ. ഡയറി വായിച്ചു കഴിഞ്ഞതും നിരഞ്ജൻ കോപത്താൽ വിറകൊണ്ട് ആ ഡയറി വലിച്ചെറിഞ്ഞു. സാറിനെന്തിനാണ് ഇത്രയും ദേഷ്യം? ആദ്യം അനുഭവിച്ച വേദനയ്ക്കും കണ്ണീരിനും അവൻ ഇത് ചെയ്താൽ മതിയോ? ആദിയുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അവനോടുള്ള ദേഷ്യം മാറും. അലോഷിയാണത് പറഞ്ഞത്. അതെ സാർ, കുഞ്ഞുനാളിൽ അവൻ അനുഭവിച്ച വേദനകളിൽ നിന്ന് മോചിതനായത് അവന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഠിന പ്രയത്നത്തിലൂടെയാണ്. അങ്ങനെയുള്ള കുടുംബം നഷ്ടപ്പെടുമ്പോൾ ആരും ഇങ്ങനെയൊക്കെ ആയിപ്പോവും സാർ. മറ്റുള്ളവരും അലോഷിയെ അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ഭാഗത്താണ് ന്യായം. പക്ഷേ നമ്മൾ നിയമം കാക്കേണ്ടവരാണ്. അതുകൊണ്ട് അവനെ നമ്മൾ പിടിച്ചേ മതിയാകൂ.
അത്രയും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ആ ഡയറിയും മറ്റുള്ള തെളിവുകളുമായി DGPയെ കാണാൻ പോയി. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹവും ഞെട്ടലിലായിരുന്നു. ആദി ഇപ്പോൾ ഒരു സൈക്കോ ആണെന്നും അവൻ ഈ മണ്ണിന് ആപത്താണെന്നും അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും അവനെ ഇല്ലാതാക്കണമെന്നും പറഞ്ഞു. അവന്മാർ എന്തായാലും മരിക്കേണ്ടവരാണ്. അതുവരെയും നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് കയ്യിലുള്ള തെളിവുകളെല്ലാം വെച്ച് പ്രകാശിനെയും ജോൺസനെയും കൃഷ്ണനെയും അതിന് കൂട്ടുനിന്ന എല്ലാവരെയും നീ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അന്നു രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചത് അച്ഛനായിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. അടുത്ത ദിവസം തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയെല്ലാം നിരഞ്ജനും കൂട്ടരും അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. ആ വാർത്തയറിഞ്ഞ ആദിയുടെ ചുണ്ടിൽ അന്നാദ്യമായി സംതൃപ്തിയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നേരം പുലരുമ്പോൾ ആദി അവരുടെ ശരീരങ്ങളുമായി ആ പുഴയോരത്ത് തന്നെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് നിരഞ്ജന കൂട്ടരും അവിടെ അവനായി കാത്തുനിന്നു. ദൂരെ നിന്നും ഒരു വണ്ടി വരുന്നത് കണ്ട് അത് ആദി ആയിരിക്കുമെന്ന് അവർ ഊഹിച്ചു. പറഞ്ഞതുപോലെ ആദി അവിടെ എത്തി. വണ്ടിയുടെ ഡോർ തുറന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി നിന്നു. നിരഞ്ജൻ വേഗം നടന്നു വന്ന് ആദിയുടെ മുഖത്തേക്ക് ഒരൊറ്റടി കൊടുത്തു. വേച്ചുപോയ അവൻ പുഴയിലേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് പുഴയിലേക്ക് അയാൾ തോക്കിലുള്ള തിര മുഴുവൻ വെടിവെച്ചു തീർത്തു. അത് ആദിയുടെ തോളിൽ തുളഞ്ഞു കയറി വെള്ളം രക്തനിറമായി. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്നറിയാതെ നിൽക്കുകയായിരുന്നു നിരഞ്ജന്റെ കൂടെയുള്ള മറ്റുള്ളവർ. തിരിഞ്ഞു നിന്ന് അവനെ നോക്കി അവനൊന്ന് മീശ പിരിച്ചു. വണ്ടിയിലേക്ക് കയറുന്ന മുന്നേ അയാൾ പറഞ്ഞു, എനിക്കുമുണ്ടടോ ഒരു കുടുംബം. അത് നശിപ്പിക്കാൻ വരുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനാണ്. അത് കേട്ട് മറ്റുള്ളവർ പുഞ്ചിരിച്ചു. 6 പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ആദി എന്ന ഹരിയെ താൻ വെടിവെച്ചു കൊന്നു എന്നെഴുതി കേസ് ഫയൽ അടച്ചുവെച്ചു. വീഴാൻ പോയപ്പോൾ കൈവരിയിൽ തലയിടിച്ചതുകൊണ്ട് അപ്പോൾ തന്നെ അവന്റെ ബോധം നഷ്ടമായിരുന്നു. പുഴയിലൂടെ ദൂരേക്ക് ഒഴുകി നടന്ന അവൻ എവിടെയോ ചെന്നെത്തി മീൻ പിടിക്കാനായി ആരോ ഇട്ടുവെച്ച വലയിൽ കുടുങ്ങിക്കിടന്നു. അവർ വന്ന് കരയ്ക്കെടുത്ത ശേഷമാണ് അവന് ബോധം വന്നത്. അവരോടൊരു നന്ദിയും പറഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ അവൻ നടന്നുപോയി. അപ്പോഴേക്കും സമയം രാത്രി ഒരുപാട് വൈകിയിരുന്നു. അപ്പോഴാണ് അവനൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അതെന്താണെന്നറിയാൻ ചുറ്റും നോക്കി. അപ്പോൾ പുൽച്ചെടികൾക്കിടയിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് അമരാൻ ശ്രമിക്കുന്ന ഒരുവൻ. അത് കണ്ടതും ആദിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ രക്തദാഹി ഉണർന്നു കഴിഞ്ഞിരുന്നു. അവൻ ഓടിച്ചെന്ന് അവനെ ചവിട്ടി വീഴ്ത്തി. അവന്റെ മുഖത്തേക്ക് ആഞ്ഞൊന്ന് പ്രഹരിച്ചു. അവന്റെ ബോധം മറഞ്ഞതും അടുത്തു കണ്ട ഒരു പാറക്കഷ്ണമെടുത്ത് അവന്റെ തലയിലേക്കിട്ടു. രക്തം ചീറ്റി ചുറ്റുമുള്ള പച്ച പുല്ലുകളെ ചുവന്ന നിറത്തിലാക്കി. അതെ, ഇനിയും അവൻ വരും രാത്രികളെ ഭീതിയിലാഴ്ത്താൻ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി.